22. ഇപ്പൊ നടന്നത് സൈക്കോ ചെയ്ത 22ാമത്തെ കൊലപാതകമാണ്. എല്ലാ മാസവും 13-ാം തീയതി സൈക്കോ പല കൊലകൾ ചെയ്ത് IPL റൺസ് കൂട്ടുന്ന പോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസിന്റെ ഇന്ററോഗേഷൻ മാത്രം ടെസ്റ്റ് മാച്ച് പോലെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോ ഇതുപോലെ ഹാഫ് സെഞ്ചുറി, ഡബിൾ സെഞ്ചുറി എന്ന് പോകുന്നത് വരെ നമ്മുടെ പോലീസ് അവന്റെ വിക്കറ്റ് എടുക്കില്ലല്ലേ? ഈ മാസം 13-ാം തീയതി സന്ധ്യ. ഇനി വരാൻ പോകുന്ന 13-ാം തീയതി ആരായിരിക്കും? എന്തു പറ്റി? നോക്കട്ടെ മാഡം. മാഡം, ടയർ പഞ്ചറായി മാഡം. സ്റ്റെപ്നി പോലും ഇല്ല. തൊട്ടടുത്ത് എനിക്ക് അറിഞ്ഞൊരു കടയുണ്ട്. അവിടെ പോയി ആളെ കൂട്ടിക്കൊണ്ടുവരാം മാം. നിങ്ങൾ കാർ തന്നെ ഇരുന്നോളൂ. വേഗം വരണേ. ഓക്കെ മാഡം. യാതൊരു കാരണവശാലും ഇന്നലെ നടന്ന മർഡറിനെ കുറിച്ച് പബ്ലിക് അറിയാനേ പാടില്ല. സിറ്റിയിൽ ഇന്ന് മാത്രം പോലീസുണ്ട്. എന്നിട്ടും അവർക്കൊരു സൈക്കോയെ പിടിക്കാൻ കഴിഞ്ഞില്ല. തെറ്റെവിടെയാണ് നടക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ശരിയായിട്ട് നടത്തിയിട്ടില്ലേ? അത് പോലീസ് റോങ് റൂട്ടിലാണോ പോകുന്നത്? ആസ് പെർ മൈ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സൈക്കോ വന്നിട്ട് റോങ് റൂട്ടിൽ വന്നിട്ട് പോലീസിനെ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കുക. ഇതിനെന്താ ഒരു സൊല്യൂഷൻ? നമ്മൾ റോങ് റൂട്ടിൽ പോയിട്ട് സൈക്കോനെ കൺഫ്യൂസ് ചെയ്യണം സർ. എങ്ങനെ? മനുഷ്യന്റെ ഐഡന്റിറ്റി ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐഡിയിലുള്ളത്. പക്ഷെ സൈക്കോയുടെ ഐഡന്റിറ്റി മനുഷ്യന്മാരുടെ ഭയത്തിലായിരിക്കും ഉള്ളത്. സോ ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് മന്ത് 30ന് സൈക്കോ അവന്റെ ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവനെ റീച്ച് ചെയ്തേ പറ്റൂ. ഷുവർ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാരും വിചാരിച്ചതുപോലെ ഫെബ്രുവരി 13-ാം തീയതി, അതായത് ഇന്നലെ രാത്രി, സൈക്കോ കില്ലർ ഒരു സോഫ്റ്റ്വെയർ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി. പക്ഷെ ഈ ന്യൂസ് മീഡിയയ്ക്ക് അറിയില്ല. എന്തെന്നാൽ ഈ കൊലപാതകം മറച്ചുവെച്ച് സൈക്കോ കില്ലറെ കൺഫ്യൂസ് ചെയ്യുന്നതായിരിക്കും പോലീസിന്റെ പ്ലാൻ. ആ പ്ലാനിനെ നശിപ്പിക്കുന്ന പോലെ ഈ കൊലപാതകം എങ്ങനെയാ നടന്നതെന്ന് ഒരു അറിയാത്ത ആൾ വരച്ചു കാട്ടിയിരിക്കുകയാണ്. നടുരാത്രിയില് ആ ഇരുട്ടില് ഒരു ചെറിയ വെളിച്ചം. ആ വെളിച്ചത്തില് ഒരു പെൺകുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറക്കമെന്ന് വെച്ചാ ഉറക്കമല്ല, എന്നേക്കുമായിട്ടുള്ള ഉറക്കം. ആ പെണ്ണിന്റെ തലയില് വലിയൊരു മുറിവുണ്ട്. അവൾ ഇട്ടിരിക്കുന്ന ബ്ലൂ കളർ ചുരിദാർ രക്തത്തെ കുളിച്ചിരിക്കുന്നു. അതിന്റെ അടുത്തായിട്ട് ഗ്ലാസ് പൊട്ടിയ ഒരു കാറ്. അതിന്റെ അടുത്തായിട്ട് തീരാ പകയില് ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന സൈക്കോ. അവന്റെ കയ്യില് ഒരു ചുറ്റിക. ഈ പെയിന്റിംഗ് ആരാ വരച്ചത്? സൈക്കോ ചെയ്ത് 23ാമത്തെ കൊല വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല ചെയ്തേക്കുന്ന അയാളായിരിക്കും. ആരേവൻ?
90.7 ബിഗ് FM. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ന് പുറത്തു പോകുന്നവരെല്ലാം ഒരു കുട എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം മഴ പെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. ആരാ? മെക്കാനിക്കാ സാറേ, AC റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നേ. ഇന്ന് മാർച്ച് 13. 13ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഭയം തോന്നുന്ന ഒരു ദിവസമാണ്. സൈക്കോ കില്ലർ കൊലപാതകം ചെയ്യാൻ ആരംഭിച്ച മുതൽ പെൺകുട്ടികളെ മാത്രമാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളിഡേ. ഒരു പക്ഷേ സൈക്കോ കില്ലറിന്റെ ടാർഗറ്റ് വർക്കിംഗ് വുമൺ ആണെങ്കിൽ ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. അതായത് സൈക്കോ കില്ലർ ആ വീട്ടിൽ സെയിൽസ്മാനെ പോലെ, ഗ്യാസ് സിലിണ്ടർ ബോയെ പോലെ, AC മെക്കാനിക്കിനെ പോലെയും വരാം. സൈക്കോ കില്ലറിന്റെ ടാർഗറ്റ് നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടിയോ ആവാം. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ അറിയാത്ത ആരെങ്കിലും വന്നാൽ അവരെ പറ്റി അറിഞ്ഞിട്ട് അതിനുശേഷം മാത്രം വീടിനകത്ത് കയറ്റാവൂ. ഇത് പോലീസ് കമ്മീഷണർ ഗംഗാധരന്റെ ഓർഡർ ആണ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് സൈക്കോ കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കാം. സൈക്കോ കില്ലർ വിക്ടിംസിനെ കൊല ചെയ്യുന്നതിന് ചുറ്റിക യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറേ, AC റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എത്രയാ? 2500. ഒന്ന് നിൽക്ക് സാറേ, ബില്ല് തന്നേക്കാം.
ഇപ്പോഴൊക്കെ ടി വിയിൽ കൂലിപ്പടത്തിന്റെ പാട്ടിനേക്കാളും നീയാണല്ലോ വളരെ ഫേമസ്. 7 കടലും കടന്നവൻ കുളത്തിൽ വീട് മരിച്ചതുപോലെ ചെന്നൈയിലെ മുഴുവൻ പോലീസ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്റെ കയ്യിൽ ഒന്ന് പെട്ടല്ലോടാ. ചെന്നൈ പോലീസ് എന്തിനാ സാർ എന്നെ അന്വേഷിക്കുന്നത്? എന്റെ അമ്മോ സൈക്കോ സാർ എന്തൊരു അഭിനയാണ്. സൈക്കോന് അവാർഡ് ലഭിക്കുകയാണെങ്കിലേ എല്ലാ അവാർഡും നിനക്കേ കിട്ടുള്ളൂ. എടാ നിന്റെ അഭിനയം എന്റെ അടുത്ത് കാണിക്കണ്ട, പോലീസിന്റെ അടുത്ത് കാണിക്കുക. സാർ ഞാൻ സൈക്കോ കില്ലർ അല്ല സാർ. നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കുകയാണോ? അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരൊന്നും ശരിയല്ല സാർ. ആരെ കിട്ടിയാലും അവരെ രാത്രി കൂട്ടിപ്പോയി സീൻ റീക്രിയേഷൻ ആണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുക സാറേ. അങ്ങനെയാണോ? നിനക്കെന്ത് പറ്റിയാ എനിക്കെന്തടാ? എന്റെ പേര് പേപ്പറിൽ വരും, ടി വിയിൽ കാണിക്കും, യൂട്യൂബിൽ ട്രെൻഡ് ആക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും, ഫൈനലായി ഗൂഗിളിൽ എനിക്ക് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും. ഉഗ്രൻ പബ്ലിസിറ്റി. എന്തു പറയുന്നു? സാർ നിങ്ങളുടെ മണ്ടത്തരത്തെ ക്ലാരിറ്റി ആണെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും സാർ. ഇല്ലെങ്കിൽ അതേ സോഷ്യൽ മീഡിയ തന്നെ ജനങ്ങൾ നിങ്ങളെ ഭ്രാന്തൻ എന്ന മുദ്ര കുത്തും സാർ. ഞാൻ സൈക്കോ കില്ലർ അല്ല സാർ. ഓ സൈക്കോ കില്ലർ അല്ലെന്നോ? അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റിക നിന്റെ കയ്യിൽ എന്തിനാണുള്ളത്? അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ കിറ്റാ സാറേ. ശരി, പിന്നെന്തിനാ നീ എന്നെ അറ്റാക്ക് ചെയ്തത്? സാർ സൈക്കോ ആണെന്ന് വിചാരിച്ച് നിങ്ങളെ പിടിച്ചു കൊടുത്ത് റിവാർഡ് വാങ്ങാന്ന് കരുതി. എടാ ഞാൻ സൈക്കോ കില്ലറോ? നീ എന്തിനാ അങ്ങനെ വിചാരിച്ചേ? ഞാൻ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ചുമരിലുള്ള ആ ചുറ്റിക ഞാൻ നോട്ട് ചെയ്തു. അപ്പോഴേ എനിക്ക് ഡൗട്ട് വന്നതാ. പിന്നെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കാശ് എണ്ണി തന്നില്ലേ? ആ സൈക്കോ കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് ടി വിയിൽ പറഞ്ഞ് എനിക്കപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ കൺഫേം ചെയ്തു. ഓ വെപ്രാളത്തിൽ ലെഫ്റ്റ് ഹാൻഡിൽ കാശ് തന്നു അല്ലേ? അപ്പോ ഞാൻ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു, അതേപോലെ നീയും എന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു അല്ലേ? സോറി ടോ. Kill him. Don't miss the chance. എന്താടാ അത്? അത് എടാ നീ സൈക്കോ കില്ലർ അല്ലേ? സത്യം പറയേ, നിനക്കൊരു പാർട്ട്ണർ ഉണ്ട്, അവനാണ് നിനക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പറയടാ ആരാവൻ? ഞാൻ ചോദിച്ചാ പറയില്ല, പോലീസ് ചോദിച്ചാ പറയില്ലേ? സർ പ്ലീസ് സർ, പ്ലീസ് സർ, ഇത് നമുക്ക് സംസാരിച്ച് തീർക്കാം സർ. പ്ലീസ് സർ. രണ്ടുപേർക്കും സംസാരിച്ച് തീർക്കാന്നോ? എന്ത് സംസാരിക്കാനാ? എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയാം സർ. ശരി, നീ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയേ. ഞാൻ സൈക്കോ കില്ലറൊന്നും അല്ല സർ. പക്ഷേ ഈ വില്ലയിലോട്ട് ഞാൻ വന്നത് നിങ്ങളെ കൊല്ലാൻ തന്നെയാ സർ. എന്നെ കൊല്ലാൻ വന്ന കാര്യം എനിക്ക് എപ്പോഴും അറിയാം. നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും നിന്നെ കണ്ടിട്ടുമില്ല. സോ നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു പകയില്ല. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, എന്നെ ആരാ കൊല്ലാൻ പറഞ്ഞേ? നിങ്ങളുടെ ഭാര്യ. ഇതെന്താടാ പുതിയ കഥയോ? സത്യമാണ് സർ. നിങ്ങളെ കൊല്ലാൻ പറഞ്ഞ നിങ്ങളുടെ ഭാര്യ തന്നെയാ. എന്തിനാ? നിങ്ങളുടെ ഭാര്യയ്ക്കും എനിക്കും ഇടയിൽ ഒരു അഭിഹിത ബന്ധമുണ്ട് സർ. എടാ എന്റെ ഭാര്യയെ കുറിച്ച് തെറ്റേ പറഞ്ഞോണ്ടല്ലോ, കൊന്നു കളഞ്ഞേക്കും. സത്യമാണ് സർ.
വേണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്ക്. ആ മെസ്സേജ് നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എനിക്ക് അയച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചാറ്റിംഗും അതിലുണ്ട്. അതും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. എന്താ സാർ, വീട്ടിൽ പട്ടിയുണ്ടോ? ഉണ്ടല്ലോ. എവിടെ സാറേ? എന്താ ചോദിച്ചേ? പട്ടി എവിടെയുണ്ടെന്നോ? എന്റെ ഓപ്പോസിറ്റ് തന്നെയുണ്ട്. അടുത്തവന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവൻ പട്ടിയല്ലാതെ പിന്നെ വേറെന്താ? ഭർത്താവ് എന്നവൻ തന്റെ ഭാര്യയും മക്കൾക്കും വേണ്ടി രാത്രിയും വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ അവന്റെ ഭാര്യയുടെ വീക്ക്നെസ് കണ്ടെത്തി നല്ല കുടുംബത്തെ നശിപ്പിക്കുകയാണല്ലേ? അതിരിക്കട്ടെ, എന്റെ ഭാര്യയ്ക്ക് എന്നെ കൊല്ലുന്നത്ര നിന്നെ ഇഷ്ടമായോ? നിന്റെ അടുത്ത് അങ്ങനെ എന്താ ഉള്ളത്? നിങ്ങൾ ദേഷ്യപ്പെടില്ലെങ്കിൽ പറയാം സാർ. പറയേ. എനിക്ക് 6 പാക്കാ സാർ. നിനക്ക് 6 പാക്ക്, എനിക്ക് ഫാമിലി പാക്ക്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന പകുതി ഭർത്താക്കന്മാരുടെ ഗതി ഇതാണ്. വളർന്ന കുടവയറും കടന് താഴെ പാടും പിന്നെ കാശണ്ടിയും. ഞങ്ങൾ 6 പാക്സ് വെച്ചുകൊണ്ടിരുന്നാലേ ഞങ്ങളുടെ ഭാര്യയും മക്കളും പിന്നെ റോട്ടിലായിരിക്കും. 6 പാക്ക് അത്ര 6 പാക്ക്. സർ, ICICI ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. 50 ലക്ഷത്തിന്റെ ഒരു ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. മറ്റു ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് സർ. എടീ, നീ ഇപ്പൊ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ നിന്റെ അഡ്രസ് കണ്ടെത്തി ചുറ്റിയെ കൊണ്ട് മണ്ട തല്ലി പൊട്ടിക്കും. വെക്കടി ഫോൺ. എന്താ കല്യാണി ഇത്? നമ്മൾ എത്ര ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. നമ്മുടെ കല്യാണത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് ഓടിപ്പോയി കല്യാണം കഴിക്കാൻ നീയല്ലേ പറഞ്ഞത്? നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ആൾക്കാർ എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പം നിങ്ങൾ ആ കത്തി എടുക്കുമോ അല്ലെങ്കിൽ ആ കത്തി കൊണ്ട് തന്നെ ഞാൻ ചാവട്ടെ എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചതിനെ രക്ഷപ്പെടുത്തിയില്ലേ? ആ നീയാണോ എന്നെ കൊല്ലാൻ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടമായിരുന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി നിനക്ക് വിശന്നാലും നീ വിശന്നില്ല എന്ന് എന്നോട് പറയും. ആ നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുവാണെങ്കിൽ അപ്പം ഞാനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ തെറ്റ്? മനസ്സിലായി കല്യാണി, എൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി. കാശുണ്ടാക്കുന്ന ധൃതിയിൽ ഞാൻ നിനക്ക് സ്നേഹം നൽകാൻ മറന്നുപോയി. ഞാൻ ചെയ്തത് തെറ്റാണ്. അതിന് ഇത്രയും വലിയ ശിക്ഷയോ? ഇയാൾക്കിതെന്താ ഭ്രാന്ത് പിടിച്ചോ? തന്നോട് തന്നെ സംസാരിക്കുന്നു. ഈശ്വര, ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും. പേപ്പറിലും TV-യിലും ഭാര്യനെ കൊന്ന ഭർത്താവ്, ഭർത്താവിനെ കൊന്ന ഭാര്യ എന്ന് വാർത്ത വരുമ്പോൾ നീ എന്നോട് എന്താണ് പറഞ്ഞത്? എന്തിനങ്ങനെ കൊല്ലുന്നേ? ഇഷ്ടമല്ലെങ്കിൽ പിരിഞ്ഞു പോയി ജീവിക്കാലോ എന്ന് എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. ഞാൻ മരിക്കാൻ റെഡിയാണ്. ഞാൻ മരിച്ചാൽ നീ കുറ്റവാളിയാകും. നീ ജയിലിൽ പോകുന്നത് എന്നെ കൊണ്ട് ഓർക്കാൻ പോലും പറ്റുന്നില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ നിന്നെ വിട്ട് മാറിയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി. എടാ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ അവളെ വിട്ട് പോയേക്കാം. പക്ഷെ അത് നുണയാണെങ്കിൽ... സാർ, ഞാൻ പറയുന്നതൊക്കെ 100% സത്യമാണ് സാർ. പക്ഷെ നിങ്ങൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ് സാർ. നിങ്ങളുടെ ഭാര്യയ്ക്കും എനിക്കും ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് അവരെ സത്യമായിട്ട് നിങ്ങൾ എനിക്ക് വിട്ടുതരുവാണോ? എന്നാ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ സാർ. ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ഇത് നിന്റെ ഫോണല്ലേ? അതെ. നിന്റെ ഫോണിൽ നിന്ന് എന്റെ ഭാര്യയെ വിളിച്ചാലേ ഞാൻ അവളെ സംശയിച്ചതിന് തുല്യാണ്. ഓ, അത് ശരിയാ. എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. സാർ, നിങ്ങളുടെ ഫോൺ നിങ്ങൾ മേലെങ്ങാനും വെച്ച് മറന്നോ? നീ പറഞ്ഞത് ശരിയാ.
ഇയാള് വായിൽ കൈയിട്ടാ പോലും കടിക്കില്ലാന്നാ തോന്നേ. ഇന്നു മുതൽ ഈ വില്ലയും എനിക്ക് സ്വന്തം, ഫിഗറും എനിക്ക് സ്വന്തം. മിസ്റ്റർ ഗംഗാധരൻ, സാർ. സൗണ്ട് പ്രൂഫ് റൂം, നല്ല ഭംഗിയുള്ള ചുമര്, ഓരോ റൂമിനും AC. വീട് നല്ല പ്ലാൻ ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. എല്ലാം പക്ക തന്നെയാണ് സാറേ. പക്ഷെ കഥ കുറച്ച് വീക്ക് ആണെന്ന് തോന്നുന്നു സാർ. അതെന്താണെന്ന് വെച്ചാലേ പൂട്ടിയ കഥക് പൂട്ടിയ നില തന്നെ ആയിരുന്നു. എന്നിട്ട് സാർ അകത്ത് വന്നെങ്കിൽ കഥക് വീക്കാണെന്നല്ല സാറേ അർത്ഥം. സത്യ, കഥക് മാത്രമല്ല എല്ലാം വീക്കാണ്. എന്തു പറയുന്നു കല്യാണി? എന്റെ ഭാര്യയാണ് സാറേ. സാറ് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക് സാറേ. സ്വത്തിന്റെ പേപ്പറാണ് വേണ്ടെങ്കിൽ ആ കബോർഡിലുണ്ട്. ആഭരണമാണ് വേണ്ടെങ്കിൽ മേളിൽ ലോക്കറിലുണ്ട് സാറേ. ദേ ഇവിടെ നോക്ക്, നിങ്ങളുടെ സ്വത്ത് വേണമെങ്കിൽ കൊടുത്തോ. എന്റെ സ്വർണ്ണം ഒന്നും ചോദിച്ചു പോയേക്കരുത് നിങ്ങള്. ബേബി, അതിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്താ, എടുത്തിട്ട് പോവാൻ വേണ്ടിട്ട് അവൻ എന്താ കള്ളനോ, സൈക്കോ? ഇന്ന് മാർച്ച് 13. അതിനെന്താ? 13 വെച്ചാ സുന്ദരികളായ പെണ്ണുങ്ങളെ കൊല്ലുന്ന ദിവസോ. ഇന്ന് ഉറപ്പായിട്ട് അവൻ എന്നെ കൊല്ലാൻ വേണ്ടിട്ടാ വന്നേക്കുന്നത്. മിണ്ടാതിരി. സാറിനെ കണ്ട സൈക്കോപ്പലാണ് തോന്നുന്നേ. നല്ല ഡീസന്റ് ആളാ സാർ. ലോക്കറിന്റെ ചാവി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. അതെടുത്തിട്ട് ഞങ്ങൾ എങ്ങ് വിട്ടേക്ക് സാറേ. ഞാൻ വിട്ടേക്കാം, പക്ഷെ പുറത്തുവരുത്തുണ്ട്. ഞാൻ വിട്ടാലും അവൻ വിടില്ല. അവനോ? അതാരാ സാറേ? നിന്റെ ഭാര്യ ഉഗ്രൻ സ്കെച്ച് ഇട്ട് അവിടെ ലവറെ കൂടെ നിന്നെ കൊല്ലാൻ പറഞ്ഞിരിക്കുക. നിനക്ക് നല്ല ഭാഗ്യം, അതുകൊണ്ട് ഞാനകത്ത് വന്നു. അവൻ നീയാണെന്ന് വിചാരിച്ച് എന്നെ അറ്റാക്ക് ചെയ്തു. ജസ്റ്റ് മിസ്. അതായത് ദൈവം തന്നെ നേരിട്ട് കളറിന്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചതാണോ? അതെ, നിങ്ങൾക്ക് എന്താ എന്നെ സംശയമാണോ? സാർ, എന്റെ ഭാര്യ അങ്ങനത്തെ ആളൊന്നുമല്ല. ആണോ? അപ്പൊ എങ്ങനത്തെ ആളെന്ന് അവനോട് തന്നെ ചോദിക്കാം. അതിരിക്കട്ടെ, എന്റെ ഭാര്യ അത്രയും പെട്ടെന്ന് വഴങ്ങില്ലല്ലോ. പക്ഷെ നീ എങ്ങനെയാ ട്രാപ്പ് ചെയ്തേ? സിമ്പിൾ സർ. ഫസ്റ്റ് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവരിടുന്ന എല്ലാ പോസ്റ്റിനും ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്തു സർ. യു ആർ വെരി ബ്യൂട്ടിഫുൾ, നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പുകഴ്ത്തി പറയും സർ. സുന്ദരിയാണെന്ന് പറഞ്ഞാൽ വളയാത്ത ഏത് പെണ്ണാ സാറേ ലോകത്തുള്ളേ? അങ്ങനെയാണെങ്കിൽ നീ ഭംഗിയാണെന്ന് ഭർത്താവ് ഭാര്യയെ പറയാതിരിക്കുന്നതാണ് തെറ്റല്ലേ? ഏത് ഭർത്താവിനെ പറ്റിയാ സാർ ഈ പറയുന്നേ? വേറെ ഏത് ഭർത്താവാ? നിന്റെ കാമുകന്റെ അപ്പൊ ഭർത്താവ്. സാറോ? ഞാൻ തന്നെ. പിന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് എടുത്തു സർ. പുറത്തു പോകുമ്പോൾ അവരെ റൂമൊക്കെ ബുക്ക് ചെയ്യാറ്. ചെലവിനുള്ള കാശും അവര് തന്നെ എടുക്കും. ഇനിയും എത്ര കാലം ഇങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. എന്റെ ഭർത്താവിനെ കൊന്ന പിന്നെ നമുക്ക് സന്തോഷത്തോടെ കഴിയാന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓക്കെ, വെരി ഗുഡ്. ശരി, വാ പോകാം. എവിടേക്ക് സർ? വേറെ എവിടെ? നിന്റെ ലവറിന്റെ അടുത്തേക്ക്. സാറിന്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? അപ്പൊ ഇയാള് ശരിക്കും സൈക്കോ കില്ലർ തന്നെയാ. ഇയാളെ കൊല്ലാനാണോ ഞാനിവിടെ വന്നേ? കറക്റ്റ് വന്ന് പെട്ടല്ലോ ഈശ്വര. ഇപ്പൊ എന്തു പറയുന്നു കല്യാണി? അതെ, അവൻ ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. സാർ, മേഡം ആരാ? സിനിമ നടിയെ പോലെ ഉണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടാറുണ്ടോ? എന്തിനാ? ഫോളോ ചെയ്യാന്ന് വെച്ചു. ഓൾറെഡി ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തല്ലോ ട്രാപ്പ് ചെയ്തേ. ഞാൻ എപ്പോഴാ സാറേ ഇവരെ ട്രാപ്പ് ചെയ്തേ? അമ്മമ്മോ, ഭർത്താവ് അറിഞ്ഞു വെച്ച് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യോ? ഞാൻ എന്തിനാ സാറേ ആക്ട് ചെയ്യുന്നേ? അവിടെ വെച്ച് സൈക്കോ കില്ലറാണെന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് ഇവരെ ഞാൻ ട്രാപ്പ് ചെയ്തെന്ന് പറയുന്നു. ഇവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല സാർ. ഓ, നീ കൊല്ലാൻ വന്നത് ഇവളുടെ ഭർത്താവിനെ അല്ലേ? എനിക്ക് ഇവരെ തന്നെ പരിചയമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവരുടെ ഭർത്താവിനെ കൊല്ലണം? അപ്പൊ നീ ആരുടെ ഭർത്താവിനെ കൊല്ലാൻ വന്നിരിക്കുന്നേ? ലാവണ്യയുടെ ഭർത്താവിനെ. നിന്റെ പേര് കല്യാണിയല്ലേ? അതെ. അപ്പൊ ലാവണ്യ ആരാ? ഡാർലിംഗ്, ഇത്രയും നാൾ നമ്മൾ എൻജോയ് ചെയ്തു. ഇപ്പൊ എന്റെ ഭർത്താവ് മിലിറ്ററിന്ന് വന്നു. നമ്മുടെ അഫയറിനെ കുറിച്ച് അറിഞ്ഞ ഷൂട്ട് ചെയ്യും. ശരി, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? കൊന്നു കളഞ്ഞേക്കാം. എങ്ങനെ? നാളെ രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. ഫ്ലാറ്റ് നമ്പർ 30, ഹാങ്ങിങ് വില്ല. അറിയാമല്ലോ. ആ സമയത്ത് ഞാൻ വാക്കിങ്ങിന് പോവാം. നീ പോയി കോളിംഗ് ബെൽ അമർത്തിയ അങ്ങേര് വന്ന് വാതിൽ തുറന്നോളും.
AC റിപ്പയറിന് വന്ന പോലെ ആക്ട് ചെയ്ത് സമയം നോക്കി നിന്റെ കയ്യിലുള്ള ചുറ്റിക വെച്ച് 8:15 അടിച്ചു കൊന്നേക്ക്. എന്റെ ഓപ്പോസിറ്റ് വീട്ടില് വൈഷ്ണവി എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ പോയി വൈഷ്ണവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. നീ അയാളെ കൊന്നു കഴിയുമ്പോ വീട്ടായി എന്തെങ്കിലും എടുത്ത് താഴെ ഇട്ടാൽ മതി. ആ സൗണ്ട് കേൾക്കുമ്പോ എന്താന്ന് നോക്കാൻ വൈഷ്ണവിയും കുട്ടി ഞാൻ അങ്ങോട്ട് വരാം. അങ്ങേരുടെ ശവത്തിന്റെ അടുത്ത് ചുറ്റിക കാണും. എല്ലാവരും എന്റെ ഭർത്താവിനെ സൈക്കോ കില്ലറാണ് കൊന്നതെന്ന് കരുതിക്കോളൂ. നമ്മളെ രണ്ടുപേരെയും ആരും സംശയിക്കുകയില്ല. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ സൈക്കോ കില്ലർ പെൺകുട്ടികളെ മാത്രമല്ലേ കൊല്ലൂ? എന്റെ ആണുങ്ങളെ കൊന്നൂടെ? സൈക്കോ കില്ലർ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നത്. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അത് കാരണം എന്റെ ഭർത്താവിനെ കൊന്നു. ഡാർലിംഗ്, ലോജിക് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. ഓക്കെ. സോറി ബേബി. ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ല സാറേ എന്റെ ഭാര്യ നല്ലവളാണെന്ന്. താങ്ക്സ് ചേട്ടാ, എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല ബേബി, ഈ ലാവണി എന്ന് പറയുന്നത് ഹൗസ് നമ്പർ 30 അല്ലേ? 30യോ? അപ്പൊ 13 അല്ലേ? ആ, ആ അപ്പൊ നീ 30 വിചാരിച്ചിട്ട് 30 വന്നതാണോ? എന്തൊക്കെ പ്ലാനാടോ? തെറ്റുപറ്റിപ്പോയി സർ. ഇതൊക്കെ അവളുടെ പ്ലാനാ. നിങ്ങളെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സർ. സൈക്കോ സർ പ്ലീസ് സർ, ഈ ഒരു ഒറ്റ തവണത്തേക്ക് എന്നെ വിട്ടേക്ക് സർ, പ്ലീസ് സർ. സാറെ കേട്ട സൈക്കോപ്പലാണ് നിനക്ക് തോന്നുന്നേ. അദ്ദേഹം ഒരു കള്ളനാണ്. എന്തിന്റെയോ EMI പ്രോബ്ലം ഉള്ളത് കൊണ്ട് മോഷ്ടിക്കാനായിട്ട് വന്നതാ. എന്താടാ, മോഷ്ടിക്കുന്ന അത്ര കുറ്റമാണോ? അപ്പൊ സൈക്കോ കില്ലർ അല്ലേ? കള്ളനായിരുന്നോ? സർ, ഈ മീറ്റിംഗിന്റെ ഒക്കെ ആവശ്യം എന്താ സർ? നിങ്ങൾക്ക് വേണ്ടത് എടുത്തങ്ങ് പോയിക്കൂടെ? സാർ, ഗസ്റ്റ് ആരെങ്കിലും വന്നതാണെങ്കിലേ നെക്സ്റ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ സാറേ. ഇവിടെ സ്ഥലം കുറവാ. ഇവനേതാ? വൈഷ്ണവിയുടെ ചേട്ടനായിരിക്കോ? നിങ്ങൾ ഓ വൈഷ്ണവിയുടെ ചേട്ടനാണോ? എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന നിങ്ങളല്ലേ? എന്റെ ഹസ്ബൻഡും മിലിറ്ററി തന്നെയുള്ള ആളാണ്. അതിരിക്കട്ടെ, വൈഷ്ണവി എവിടെ? യോഗ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ്. ഓ, എനിക്കൊന്ന് അവളെ കാണണം. വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. വൈഷ്ണവി ഉണ്ടാവുന്ന കരുതി ഇയാളാണല്ലോ ഉള്ളത്. ശരി, ആരെങ്കിലും ആവട്ടെ, എനിക്കാവശ്യം സാക്ഷിയാണ്. ഇപ്പൊ എന്റെ ലവർ എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരിക്കും. ഒച്ച കേട്ട ഉടനെ ഇയാളെയും കൂട്ടി വീട്ടിലേക്ക് പോവാം. 8:15 കൊല്ലാനല്ലേ പറഞ്ഞത്? ഇനി ഈ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. എന്താ അവിടെ? അതെ, എന്റെ വീട്ടിലെന്തോ ശബ്ദം കേൾക്കുന്നു. എന്റെ കൂടെ വരാമോ? അതെ, നടന്നത് നിങ്ങളുടെ വീട്ടിലല്ല, എന്റെ വീട്ടിലാ. ഗ്ലാസ് പൊട്ടിപ്പോയി. ഓ, അങ്ങനെയാണോ? ഇയാൾ എന്ത് ചെയ്യാണാവോ? എന്റെ ഭർത്താവിന്റെ തല പൊട്ടിയെന്ന് കരുതി. പേപ്പർ വായിക്കുന്നോ? പേപ്പർ വായിക്കുന്ന സ്വഭാവം എനിക്കില്ല. ആണോ? എന്താ അങ്ങനെ? പേപ്പറിൽ എന്തുണ്ടാവാനാ? കാമുകന് വേണ്ടി ഭർത്താവിനെ കൊന്ന ഭാര്യ, കാമുകയ്ക്ക് വേണ്ടി ഭാര്യയെ കൊന്ന ഭർത്താവ്. പേപ്പർ തുറന്നാൽ എല്ലാം ഈ ലോ ക്ലാസ് ന്യൂസുകള്. ഓഫ് കോഴ്സ്, നമ്മളിപ്പോഴുള്ള ഹൈ ക്ലാസ് ഫാമിലിയിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുവോ? സത്യമാണ്. ശരി, നിങ്ങൾ പേപ്പർ വായിക്കില്ലെന്ന് പറഞ്ഞതല്ലേ, ടിവിയിലും കണ്ടോളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 92.7 ബിഗ് FM. ഇന്ന് സൈക്കോ കില്ലറിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ കണ്ടുപിടിച്ചിരിക്കുകയാണ് പോലീസ്. ആ ക്ലൂ എന്താന്ന് വെച്ചാൽ, സൈക്കോ കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. 23 കൊലപാതകം നടന്നിട്ടും പോലീസിന് അവനൊരു ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി എത്ര കൊലപാതകം കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് അവനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്തുപറ്റി? സൈക്കോ കില്ലർ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് പോലീസ് എങ്ങനെയാ അനൗൺസ് ചെയ്തത്? ഇതുവരെയ്ക്കും മരിച്ച പെൺകുട്ടികൾക്കെല്ലാം ഫസ്റ്റ് ചുറ്റിക കൊണ്ടുള്ള അടി ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീ വിക്ടിമായിട്ട് ഞാൻ സൈക്കോ കില്ലർ ആണെങ്കിൽ ഞാൻ റൈറ്റ് ഹാൻഡിൽ അടിച്ചാൽ മാത്രമല്ലേ നിനക്ക് ലെഫ്റ്റ് സൈഡിൽ പാടുവരൂ. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്ന ചുറ്റികയുടെ അടി റൈറ്റ് സൈഡിലല്ലേ വരേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈക്കോ കില്ലർ ഉറപ്പായിട്ട് റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ എന്തിനാ പോലീസ് ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് അനൗൺസ് ചെയ്തത്? ഒരുപക്ഷെ പുറകിൽ നിന്ന് അടിച്ചതായിരിക്കോ? പറയടി. ഇതിനു മുമ്പ് അശോക് നഗർ റോഡ് നമ്പർ 10 ഞാൻ ഗംഗാധരനെ വിളിച്ചിരുന്നു.
ഫോൺ വെച്ചില്ലെങ്കിൽ ചുറ്റിക കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. ചുറ്റിക എന്ന് കേട്ട ഉടനെ സൈക്കോയെ ഓർമ്മ വന്നു. ഇനി എങ്ങാനും അയാളായിരിക്കുമോ സൈക്കോ? സൈക്കോ കില്ലർ. സിറ്റിയിലെ ഏത് രണ്ടുപേര് ചേർന്നാലും ഇതാണ് ഡിസ്കഷൻ. സീരിയൽ കില്ലിങ്സിലൂടെ സൈക്കോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൽ നിങ്ങളും പങ്കെടുത്തിരുന്നോ? സ്ട്രൈക്കോ? ഏത് സ്ട്രൈക്ക്? ഇവള് ഏത് സ്ട്രൈക്കിനെ ചോദിക്കുന്നേ? ആ, സ്ട്രൈക്ക് നടക്കുമ്പോൾ നമ്മുടെ ചെയർമാനൊക്കെ വന്നിരുന്നില്ലേ? സർജിക്കൽ സ്ട്രൈക്ക് ബോർഡറിലാണ് നടന്നത്. ഇയാളെന്താ ചെയർമാൻ എന്നൊക്കെ പറയുന്നത്? പ്രസന്റ് ഡിഫൻസ് ചീഫ് ആരാണ്? ഡിഫൻസ് ചീഫോ? ബിപിൻ റാവത്ത്. ബിപിൻ റാവത്ത് മരിച്ചുപോയത് ഇയാൾക്കറിയില്ലേ? ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്കെന്തിനാ? ഈ കണ്ണെന്താ ചേറിന്റെ അടി കിടക്കുന്നേ? ഇയാളെ കണ്ടാലേ ഒരുമാതിരിയുണ്ട്. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന ബെറ്റർ. എന്റെ ഹസ്ബൻഡ് വരാൻ സമയമായി, ഞാൻ പോവാണേ. ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചാണോ? മാനേജ് ചെയ്യാം. അല്ല ചേച്ചി, നിങ്ങൾ നാളെയല്ലേ നാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞത്? ഇന്ന് തന്നെ വന്നോ? ഏതോ വിരുന്നിന് വന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ഈ സാർ ആരാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാലോ, ടൊമാറ്റോ സോസ് കഴിച്ച് മേത്തൊഴിച്ചിരിക്കുക. എടീ, നമ്മുടെ കാര്യമൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞു. അറിഞ്ഞെന്നോ? അപ്പോ ഇപ്പൊ ഞാൻ എവിടെയുള്ളത്? സ്വർഗത്തിലായിരിക്കുന്നേ. എന്റർടൈൻമെന്റ് ചെയ്യാനേ ഇവിടെ രംഭ ഉറവശിയൊന്നും ഇല്ല. മുന്നിലെ ഇന്ദ്രൻ ഇരിപ്പുണ്ട്, ചെന്ന് ആശീർവാദം വാങ്ങിക്കേ. സോറി ഡാർലിംഗ്, ഞാൻ 13 പറഞ്ഞത് നീ 30 കേട്ടത്. എന്നെ എങ്ങനെ ഈ സൈക്കോന്റെ കൈ പെട്ടത്? ഇറ്റ്സ് ഓക്കെ ഡാർലിംഗ്, നീ ഉണ്ടല്ലോ, എനിക്കൊരു പേടിയില്ല. നീ എന്നെ രക്ഷിക്കുമല്ലോ. ഞാൻ തന്നെ രക്ഷപ്പെടുമെന്ന് അറിയില്ല, പിന്നെ എങ്ങനെയാണ് നിന്നെ രക്ഷിക്കുന്നേ? അതെന്താ ഡാർലിംഗ്, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ പ്രേമത്തിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാന്നല്ലേ പറഞ്ഞ? ജീവനോ? ഇപ്പൊ ജീവൻ പോകുന്ന അവസ്ഥയിലാടി. ഇതിനൊക്കെ കാരണം നീയാ. ആ സൈക്കോ നിന്നെ വെറുതെ വിട്ടാലും നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. എടാ, ഞാൻ നിന്റെ ജീവനാന്ന് പറഞ്ഞിട്ട്? ഞാൻ അങ്ങനെ പലതും പറയും. ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്ന നിനക്കാണോടി ഞാൻ ജീവൻ തരണ്ടേ? നിന്റെ വഴക്കും വക്കാണൊക്കെ ബിഗ് ബോസ് പ്രോഗ്രാമിൽ ചെന്ന് പറഞ്ഞാ മതി. കണ്ടില്ലേ, ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യയാണെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കത്തുള്ളൂ. അതാണ് എന്റെ ഭാര്യ. അല്ല, ഇവൻ കള്ളനാണോ അതോ സൈക്കോയോ? കള്ളനാണെങ്കിൽ മോഷിച്ച് പോയിട്ടുണ്ടാവില്ലേ? സൈക്കോ ആണെങ്കിൽ കൊന്നിരിക്കണത് അല്ലേ? ചിലപ്പോ ടാർഗറ്റ് നിങ്ങളായിരിക്കില്ല. ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളേ? ഞാനും എന്റെ ഭാര്യ, അവിടെ അനിയത്തിയും. എന്താ? അപ്പൊ അനിയത്തിക്ക് വേണ്ടിയായിരിക്കും അയാൾ വന്നേ. ഓ, ഹായ്, ഗംഗാധരൻ സാർ? വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗംഗാധരൻ സാർ അല്ലല്ലേ? അല്ല. ഗംഗാധരൻ സാറാണല്ലോ എനിക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്. ഓ, വരാൻ പറഞ്ഞിരുന്നോ? സൂം മീറ്റിംഗിലാണ്, സമയമെടുക്കും. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, വരൂ. ചേട്ടൻ്റെ അടുത്ത് എന്താണ് ജോലി? ഓ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനിയനാണോ? ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. അതൊക്കെ ശരി, നിങ്ങൾ എന്ത് ചെയ്യാ? ഇന്റർവ്യൂ ചേട്ടനോടാണെന്ന് പറഞ്ഞു. അനിയന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ ജോലി പെട്ടെന്ന് കഴിയുമല്ലോ. നിങ്ങളെന്താ താടിയൊക്കെ വളർത്തിക്കുന്നേ? ലവ് ഫെയിലിയർ ആണോ? അങ്ങനെയും പറയാം. ഓ, ബൈ ദ വേ, ഐ എം സംയുക്ത. ഓ, വേണ്ട വേണ്ട, ഓൾറെഡി ലവ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ കാണാൻ ഇച്ചിരി കൊള്ളാലോ.
എന്റെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ലവിൽ വീണു. അതിനുശേഷം താടി എടുത്തിട്ട് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടാതെ വീണ്ടും നിങ്ങൾ താടി വളർത്തുന്നത് ഇതൊക്കെ ആവശ്യമാണോ? പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ലവ് ഫെയിലിയർ ആയതുപോലെയൊന്നും തോന്നുന്നില്ല. ഒരു മാസം ഭക്ഷണവും ഉറക്കവും എല്ലാം ത്യജിച്ചിട്ട് ആർക്കു വേണ്ടിയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാ തോന്നുന്നേ. ഒരു സ്ത്രീ ഇത്രയും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബലശാലിയായിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധിശാലിയായിരിക്കണം. ഇതിൽ നിങ്ങൾ അത് നിങ്ങളാ പറയേണ്ടത്. പറയാനൊന്നുമില്ല, കണ്ട തന്നെ മനസ്സിലാവുന്നുണ്ട്. താങ്ക്സ്. ഇപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുപോലെ ഉണ്ടല്ലോ. അതെ. ഞാൻ കൂളിംഗ് കഴിക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. എങ്ങനെ പോയാലും നിങ്ങളുടെ ചേട്ടൻ ഫ്രീ ആവാൻ കുറച്ചുകൂടെ സമയം എടുക്കും തോന്നുന്നു. ആ സമയം കൊണ്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഇറ്റ്സ് എ ലൈവ് ഗെയിം. ആരാണോ കൂടുതൽ കള്ളം പറയുന്നത് അയാളാണ് വിന്നർ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെയാ. ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കെ. ഹായ്, ഐ എം കിരൺ റാത്തോഡ്. കിരൺ റാത്തോഡ്, IPS 2020 ബാച്ച്. ഇതുവരെ 52 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 13 പേരെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് തന്നെ സിറ്റിയെ പേടിപ്പിച്ച് വിറയ്ക്കുന്ന ആ സൈക്കോ കില്ലറെ പിടിക്കാനാ. 24 അവേഴ്സിനുള്ളിൽ ഞാൻ അവനെ പിടിച്ചിരിക്കും. ഗുഡ്. എങ്ങനെയുണ്ട്? സൂപ്പർ, നിങ്ങൾ കലക്കി. ഇനിയിപ്പോ നിങ്ങൾ പറയും. നീ പിടിക്കാൻ വേണ്ടി വന്ന സൈക്കോ കില്ലർ ഞാനാണ്. സൂപ്പർ. എന്നെക്കാളും നിങ്ങളാണല്ലോ കള്ളം പറയുന്നേ. അത് ശരി, ഞാൻ പറഞ്ഞ കള്ളത്തരം സത്യമായോ കുഴപ്പമില്ല. പക്ഷേ നീ പറഞ്ഞ കള്ളം സത്യമാണെങ്കിൽ
ഹലോ ഹലോ ആരാ? കൺട്രോൾ ഹലോ, ഹലോ കൺട്രോൾ ആരാ സംസാരിക്കുന്നെ? കൺട്രോൾ റൂം. Yes. ഹലോ ആ. കൺട്രോൾ റൂം. പറയൂ. പറഞ്ഞോളൂ. എന്താ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടില് സൈക്കോ ആ, ഉണ്ടെന്നോ? ഓ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ പോലീസിനെ അയക്കാം. ടെൻഷൻ ആവണ്ട. സർ, ഉം. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? നമ്മൾ റോങ് റൂട്ടിൽ പോയി സൈക്കോയെ കൺഫ്യൂസ് ചെയ്യണം സർ. എങ്ങനെ? മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി ആധാർ കാർഡിലും വോട്ടർ ഐ ഡിയിലും ഉള്ളത്, പക്ഷെ സൈക്കോയുടെ ഐഡന്റിറ്റി മനുഷ്യന്മാരുടെ പേടിയിലായിരിക്കും ഉള്ളത്. സോ ഇൻവെസ്റ്റിഗേഷനിൽ സൈക്കോ റൈറ്റ് ഹാൻഡർ ആണെന്ന് പ്രൂവ് ആയിട്ടുണ്ട്. സൈക്കോ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് അനൗൺസ് ചെയ്യാം നമുക്ക്. അത് കാരണം അവന്റെ ഐഡന്റിറ്റി വേറെ ആർക്കോ കിട്ടുന്നതെന്ന് ഐഡന്റിറ്റി ക്രൈസിസിലെ തെറ്റിദ്ധരിപ്പിച്ച് കൺഫ്യൂസ് ആക്കാം. ആ കൺഫ്യൂഷനിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും. ആ തെറ്റ് തന്നെ അവനെ നമ്മുടെ അടുത്തോട്ട് അടുപ്പിക്കും. ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് മുതൽ 30 സൈക്കോ അവന്റെ ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവനെ റീച്ച് ചെയ്യണം. എന്താണിത്? നിങ്ങളുടെ പ്ലാന് സൈക്കോ കൺഫ്യൂസ് ആവുമെന്ന് കരുതിയപ്പോ ജനങ്ങൾ നമ്മളെയാണല്ലോ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഒരുത്തൻ അവന്റെ വീടിനടുത്തുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്, അവനാണ് സൈക്കോ എന്ന് പറയുന്നു. വേറൊരുത്തിന് ഓപ്പോസിറ്റ് വീട്ടിലുള്ള ലെഫ്റ്റ് ഹാൻഡറിനെ സൈക്കോ എന്ന് പറയുന്നു. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ഫോൺ ചെയ്തോണ്ടിരിക്കുക. വേറൊരുത്തൻ പറയുന്നത് ഗാംഗിൽ ലെഫ്റ്റ് ഹാൻഡർ ആണ്, അയാളാണ് സൈക്കോ എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. സോറി സർ. ഇന്ന് തീയതി 13. ഇന്ന് സൈക്കോ കൊല്ലാൻ പോകുന്ന പെണ്ണെ നിനക്ക് രക്ഷിക്കാനായിട്ട് കഴിയുമോ? ആ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല സർ, പക്ഷെ സൈക്കോയെ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. എങ്ങനെ? ഐ ഹാവ് പ്ലാൻ ബി സർ. എന്താ അത്? എക്സ്ക്യൂസ് മീ സർ. ഉം. ഹലോ. അതെ സർ, സൈക്കോയെ അറിയാമെന്ന് പറഞ്ഞിട്ട് കോൾ വന്നിരിക്കുന്നു. അത് ചിലപ്പോ റോങ് കോൾ ആയിരിക്കില്ലേ? നോ സർ, എല്ലാരും ലെഫ്റ്റ് ഹാൻഡറിനെ ഇൻഫോം ചെയ്യുമ്പോ ഒരാൾ മാത്രം പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നോട്ട് സൈക്കോ ലെഫ്റ്റ് ഹാൻഡർ അല്ല റൈറ്റ് ഹാൻഡർ ആണെന്ന്. Is it? യെസ് സർ. Then go and catch him. ഓക്കെ സർ. മാഡം, ഇൻഫർമേഷൻ കൊടുത്തത് ഇവനാ. നമസ്കാരം മാഡം. അവൻ സൈക്കോ ആണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു കള്ളനാ മാഡം. ഈ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഇരിക്കുന്നേ? അറിയില്ല മാഡം, ഞാൻ പുറകിന്ന് അവനെ കണ്ടേ. അപ്പോ ബോർഡിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ചപ്പോ തന്നെ പോലീസിനെ വിളിച്ചു മാഡം. ഉള്ളില് സൈക്കോ ഉണ്ടോ? അറിയില്ല മാഡം. ടീം എവിടെ? No, madam. ബ്രേക്ക്. എല്ലാ സ്ഥലവും അരിച്ചു പറക്കിക്കോ. യെസ് മാഡം. ഇവരെല്ലാം ആ സൈക്കോ കൊന്ന പെണ്ണുങ്ങളാ. ഇവരെ കൊലപ്പെടുത്തിയ ഡീറ്റെയിൽസ് നമ്മുടെ റെക്കോർഡിനേക്കാൾ ആക്യുറേറ്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക്. ലാസ്റ്റ് മന്ത് സൈക്കോ കാരണം മരിച്ചുപോയ പെണ്ണല്ലേ ഇത്? അതെ മാഡം. ഈ പെണ്ണിന് മാത്രം എന്താ ക്വസ്റ്റ്യൻ മാർക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്? സുദർശൻ, വൈഷ്ണവി, റീത, സാവിത്രി, ഈ പറയുന്നവരാരാ? ഈ 4 പേരും ഈ പെണ്ണിന്റെ ഇൻവെസ്റ്റിഗേഷൻ കേസിൽ ഇൻവോൾവ് ആയവരാ. സുദർശൻ ക്യാബ് ഡ്രൈവർ, ഇവന്റെ ക്യാബിലാ മേഘന കൊല്ലപ്പെട്ടത്. വൈഷ്ണവി കൊളീഗ് ആൻഡ് ഫ്രണ്ട്, റീത ടീം ലീഡർ, സാവിത്രി ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലാരും കോൾ ചെയ്തിട്ട് വിളിച്ചു വരുത്ത്. ഇന്നത്തെ ഒരു ദിവസം എല്ലാരും നമ്മുടെ അടുത്തുണ്ടാവുന്നതായിരിക്കും സേഫ്. യെസ് മാഡം.
കുപ്പസ്വാമി, സാറേ. മനസ്സിലായല്ലോ? ഫോൺ ചെയ്ത് അവരെല്ലാം വിളിക്കൂ. ശരി സാറേ. എടാ, ആ സൈക്കോനെ പിടിച്ച് സന്തോഷത്തിലേ നീ കള്ളനാണെന്ന് സമ്മതിച്ചതറിയോ? ആ സൈക്കോന് ശേഷമേ അകത്തിടാൻ പോകുന്നത് നിന്നെയാണ്. അകത്താവാണ് ആവട്ടെ സാറേ, കൂടിപ്പോയ ഒരു 2 വർഷം. ആ സൈക്കോ ഉണ്ടല്ലോ പെണ്ണുങ്ങളെയൊക്കെ കൊല്ലുവാ സാറേ. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചത്. എടാ, ഐസ് ഓഫ് ദ ബീസ്റ്റ് കൊറിയൻ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല സാറേ. ആ പടത്തിലെ സൈക്കോനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുത്ത ആ കള്ളനെ നല്ല ഗിഫ്റ്റ് കിട്ടിയിരുന്നു. ക്യാഷ് ആണോ സാറേ? ആ ഇൻഫർമേഷൻ കൊടുത്ത കള്ളനെ ആ സൈക്കോ കൊന്നു കളഞ്ഞേക്കും. എന്തെങ്കിലും അറിയാൻ പറ്റിയോ? വീട് മൊത്തം തെരഞ്ഞു നോക്കി, അവൻ മിസ്സിംഗാ. ഇനിയിപ്പോ എന്താ ചെയ്യാ മാഡം? ഈ വീട്ടിൽ ആരാ ഉണ്ടായിരുന്നെന്ന് എൻക്വയറി ചെയ്യും. യെസ് മാഡം. യെസ് മാഡം. മിസ്റ്റർ സൈക്കോ കില്ലർ, നിന്റെ വീട്ടിലോട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ നീ എവിടെ? വൈഷ്ണവി, ഹാ, ഞാനാ. കൊറിയർ ഉണ്ട് മാഡം. പ്ലീസ് ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ. പെൻ. താങ്ക് യു മാഡം. സോറി, ലേഡീസ് പ്രോബ്ലം. ഓ, ലേഡീസ് പ്രോബ്ലം ആണോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അകത്ത് പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഉം. കാലനും അറിവുള്ള കാലത്തിൻ പോക്കടാ, ജീവിതത്തിൻ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലടാ. മരണമോ ലക്ഷ്യമായി യാത്രയാകുന്നടാ. ജനിച്ചവൻ ഒരു ദിനം മരിച്ചിടും സത്യമായി.
സർ, ഉം. ക്യാബ് ഡ്രൈവർ, ഹാസ്റ്റൽ വാർഡൻ, ടീം ലീഡർ എല്ലാവരും വരുന്നുണ്ട് സർ. വിക്ടിം ഫ്രണ്ട് വൈഷ്ണവി മാത്രം ഫോൺ എടുത്തില്ല സർ. വൈഷ്ണവിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അതേപോലെ ചെയ്തേക്കാം സർ. അതെ, എന്താടി സൈക്കോ സാർ ഏതെങ്കിലും സിനിമയ്ക്ക് ട്യൂൺ ഇടുവാണോ? ട്യൂൺ ചെയ്തില്ലടി. നമ്മളെ എങ്ങനെ കൊല്ലാമെന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ പേടിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ചേച്ചേ, ഞാൻ എവിടെ പേടിക്കുന്നത്? ആ സൈക്കോ കില്ലർ അയാളെ തന്നെയാണെന്ന് ഭയപ്പെടുന്നത് പോലെ അഭിനയിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണോ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? എന്നെ പറ്റിയാണോ? അതെ സാർ. ഓ, അതെ സാർ, അത് സലൂണിൽ കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്താലേ ക്ലോസറ്റ് കഴുകുന്ന ലിക്വിഡിന്റെ പരിസ്ഥിതി വരുന്ന അബ്ബാസിന്റെ പുറത്തുനിന്ന് ഭാര്യ പറയായിരുന്നു. അതെ സാർ. നിന്റെ അനിയത്തിയുടെ പേരെന്താ? വൈഷ്ണവി സാർ. എന്തിനടി അടിച്ച? ഞാൻ കള്ളം പറഞ്ഞു. എന്റെ പേര് വൈഷ്ണവി എന്നല്ല. അപ്പൊ വൈഷ്ണവി എവിടെയാ? അറിയില്ല സാർ, ഞങ്ങൾ നാട്ടിൽ നിന്ന് നാളെ വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങ് എത്തി സാറേ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളെ കള്ളം പിടിച്ച് കെട്ടിയിട്ടു. സത്യമായിട്ടും വൈഷ്ണവി എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. എന്റെ അനിയത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ സാർ. നിങ്ങളോട് ആരോടും ഞാൻ ദയാദാക്ഷിണ്യം കാണിക്കില്ല. അതേപോലെ ആരുടെ ജീവനും ഞാൻ വെറുതെ എടുക്കില്ല. സാർ, സാറിന്റെ വെപ്പൺ ഇവിടെ ഇട്ടിട്ടാ പോയിരിക്കുന്നേ. ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? സാറിന് ചുറ്റിക ആവശ്യമുണ്ടെന്നേ. നാളെ രാവിലെ ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊല്ലും? സാർ ഒരു ഉത്തമ വില്ലനാ. നീ വെറുതെ പേടിക്കണ്ട, സാർ അനാവശ്യമായിട്ട് ആരെ കൊല്ലില്ല. അത് സത്യോ? ആവശ്യമില്ലാതെ ഞാൻ ആരെയും കൊല്ലാറില്ല. പക്ഷേ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി മിസ്സാവും. വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി മിസ്സാവും. നമ്മളെല്ലാവരും ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ് വിട്ടിരിക്കുന്നത്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? യെസ്, ചെറുതിലെ എൻ്റെ അമ്മ പറഞ്ഞു തരാറുള്ള വിക്രമാദിത്യൻ കഥയപ്പോ ഓർമ്മ വരുന്നേ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആ. വിക്രമാദിത്യനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വേണം വേതാളം ഉത്തരം പറയാൻ. അല്ലെങ്കിൽ വേതാളത്തിന്റെ തല അങ്ങ് പൊട്ടിച്ചതറും. സാർ, പുരാണത്തിൽ നിങ്ങൾ വീക്കാണെന്ന് തോന്നുന്നു. അതായത് കഥ പറഞ്ഞത് വിക്രമാദിത്യനല്ല സാർ, വേതാളവാ. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ വേതാളം? എന്നിട്ട് നിങ്ങളെല്ലാവരും വിക്രമാദിത്യന്മാരും. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഓരോ കഥകൾ പറയാം. എന്നിട്ട് അതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് ശരിയായ ഉത്തരങ്ങൾ ആരാണോ തരാൻ പോകുന്നത് അവർക്ക് ഇവിടുന്ന് സ്വതന്ത്രരായി പോവാം. ആരോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം? ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, റൈറ്റ്. റൈറ്റ് ഇസ് ഓൾവേസ് റൈറ്റ്.
യു ആർ റൈറ്റ്. ആം ഐ റൈറ്റ്? കഥ പറയട്ടെ. ഒരു മനോഹരമായ വീട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ, അച്ഛൻ, ചേട്ടൻ, അതാണ് ഞാൻ. ഞങ്ങൾ ട്വിൻസ് ആയിരുന്നിട്ടും ഞാൻ അവനെ ചേട്ടാന്ന് വിളിക്കും. കാരണം ഞാൻ ജനിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അവൻ ജനിച്ച്. വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ആയിരുന്നു. അമ്മേ, കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഡാ, ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടായി നന്നായത്. ഏയ് അതൊന്നും അല്ല, അമ്മ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ഇത്രയും നന്നായത്. ഓ അങ്ങനെയാണോ? നിനക്ക് അച്ഛനാണ് ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? എനിക്ക് 2 പേരെ ഇഷ്ടം. അത് കൊള്ളാലോ. എടാ വിവേകേ, നീ പറ, നിനക്ക് അച്ഛനാണ് ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? എനിക്ക് ഡാൻസ് ആണ് ഇഷ്ടം. ഓ, ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നേ. വരുന്ന 13-ാം തീയതി അരങ്ങേറ്റമാണ്. നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേ. ഷുവർ അച്ഛാ. അവൻ മറന്നാലല്ലേ അവനെ ഓർമ്മിപ്പിക്കാൻ പറ്റുക. ആ സന്തോഷമായ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ഉണ്ടെന്ന് എൻ്റെ അമ്മ കണ്ടുപിടിച്ച ദിവസം അത് താങ്ങാൻ പറ്റാതെ അച്ഛനുമായി വഴക്കുകൂടായിരുന്നു അമ്മ. അവർ 2 പേരും ജീവിതത്തിൽ പിരിഞ്ഞു. ഇതെല്ലാം കാരണം ഒരു ദിവസം ഞങ്ങളുടെ അച്ഛൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. 4 പേരുടെ സന്തോഷം നിറഞ്ഞ ആ വീട് 3 പേരുള്ള സങ്കടം നിറഞ്ഞ വീടായി മാറി. ഞാനും എൻ്റെ ചേട്ടനും അമ്മയ്ക്കൊരു ബാധ്യതയായി മാറി. അമ്മയുടെ സ്വഭാവം കുറച്ചായിട്ട് മാറാൻ തുടങ്ങി. വീട്ടിൽ ചെലവാക്കാൻ കാശില്ലാതെ ആയപ്പോൾ അമ്മയുടെ ദേഷ്യം നിയന്ത്രണമില്ലാതെ പോകാൻ തുടങ്ങി. ദേഷ്യം വരുമ്പോഴൊക്കെ എന്നെ അടിച്ചു. അടുത്തുണ്ടായിരുന്ന എൻ്റെ ചേട്ടനെ അവരൊന്നും ചെയ്തില്ല. ഒരു കാരണമില്ലെങ്കിൽ പോലും എന്നെ ഇട്ട് അടിക്കുമായിരുന്നു. അന്നൊരു 13-ാം തീയതിയായിരുന്നു എൻ്റെ അരങ്ങേറ്റം നടത്തുന്ന ദിവസം. ഞാൻ അരങ്ങേറ്റത്തിന് റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ പുറത്തുനിന്ന് കതവ് പൂട്ടി. അമ്മേ, അമ്മേ, അമ്മേ വാതിൽ തുറക്കൂ അമ്മേ. അരങ്ങേറ്റത്തിന് സമയമായി അമ്മേ. അമ്മേ വാതിൽ തുറക്കുക അമ്മേ. അമ്മേ, അമ്മേ വാതിൽ തുറക്കുക. അമ്മ അരങ്ങേറ്റത്തിന് സമയമായി അമ്മേ. അമ്മ പ്ലീസ് അമ്മേ. അമ്മ എന്തിനങ്ങനെ ചെയ്യുന്നേ? വാതിൽ തുറക്കുക അമ്മേ. അമ്മേ. ഞാൻ എത്ര അലറി വിളിച്ചിട്ടും എൻ്റെ അമ്മ കതവ് തുറന്നില്ല. അതെന്നെ വല്ലാണ്ട് തളർത്തി. Kita jam takita taka dimi taka jaluto takita taka dimi taka jalunam tayyum tanta din tay tanta 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 അരങ്ങേറ്റത്തിന് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ എന്താ കാര്യം, വൈകുന്നേരം വരെ എൻ്റെ അമ്മ കതവ് തുറന്നില്ല. അമ്മേ, അരങ്ങേറ്റത്തിന് പോകാൻ സമ്മതിച്ചില്ലല്ലോ. അരങ്ങേറ്റം വേണം ഇപ്പൊ, അരങ്ങേറ്റം. അതാണോ? ഇനി ഒരിക്കൽ കൂടി ഡാൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ, കൊന്നുകളയും ഞാൻ, കൊന്നുകളയും ഞാൻ. കഥ മനസ്സിലായോ? ഇതിൽ മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ സാർ? ഗുഡ്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ എന്റെ ചേട്ടനെ ഒന്നും ചെയ്യാതെ എന്നെ മാത്രമേ അടിച്ചോളൂ. എന്തിനാ എന്റെ അമ്മ എന്നെ മാത്രം അടിച്ച്? ഓൺലി 6 attempts. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. സാർ, നിങ്ങളുടെ അമ്മയ്ക്ക് ഡാൻസ് ഒട്ടും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളെ അടിച്ചത്. റോങ് ആൻസർ. എന്റെ അമ്മ ഒരു ഭരതനാട്യ ഡാൻസർ ആയിരുന്നു.
നിങ്ങൾ പഠിത്തത്തിൽ ഉഴപ്പിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടിച്ചത്. റോങ് ആൻസർ. ഞാൻ നന്നായി പഠിക്കുമെന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ? ആ, നിങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയായിരുന്നോ? അതിന്റെ പേരിലാണോ നിങ്ങളെ അമ്മ അടിച്ചത്? പെമ്പിള്ളേരുടെ പിറകെ നടക്കുന്ന കാര്യം എനിക്കില്ലായിരുന്നു. ഓ ഗോഡ്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ മകനല്ലെന്നാ തോന്നേ, അതുകൊണ്ടായിരിക്കും അടിച്ചത്. ഇല്ല, 9 മാസം 12 ദിവസം 7 മണിക്കൂർ 12 മിനിറ്റ് അവരുടെ വയറ്റിലെ ചുമന്ന മകനാണ് ഞാൻ. സോ റോങ് ആൻസർ. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നിരിക്കും. എന്റെ അമ്മയ്ക്ക് ഞാനെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. സർ, പോകുന്ന പോക്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയുടെ തലക്കടിച്ചിട്ടാണോ സർ പോയത്? എനിക്ക് ആവശ്യമുള്ളത് ക്വസ്റ്റ്യൻസ് അല്ല, ആൻസേഴ്സ്. സർ, നിങ്ങളുടെ അമ്മ എന്തിനാ സാറേ നിങ്ങളെ തല്ലിയത്? ഇതേ ചോദ്യം തന്നെ ഞാനും ചോദിച്ചേ. അച്ഛൻ പോയ തൊട്ട് എന്നെ എന്തിനാ തല്ലിയും കൊണ്ടേ ഇരിക്കുന്നേ? എന്തിനാണെന്നും നീ നിന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാ. അതായത് ഇവൻ സൈക്കോ ആകാൻ ഇവന്റെ അമ്മയാണോ കാരണം? എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ആദ്യം ഇവന്റെ അമ്മയെ കൊന്നേനെ. ഏതെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ സർ? എന്റെ അമ്മ അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് സർ. വിട്ടില്ലല്ലോ. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാ. Dimmi tacca cenu, tacca dimmi tacca cenu, tacca dimmi tacca cenu, tacca tacchita tacca tacchita tayyum tatta. ഞാൻ മനസ്സിലോർത്ത് ഇവനെങ്ങനെ മനസ്സിലായി? ഇവൻ തന്നെ കൊന്നു കളഞ്ഞല്ലോ. Your time is up. You must be punished. വൈഷ്ണവിക്ക് നിങ്ങൾ എന്താ വേണ്ടത്? ചേട്ടന് നിങ്ങളുടെ സിസ്റ്ററിന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഞങ്ങൾ ഇൻസ്പെക്ടർ സാർ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവള് പുറത്തു പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ച് വരാൻ പറയൂ. നിങ്ങളുടെ സിസ്റ്ററിനെ സൈക്കോ കാരണം ത്രട്ടുണ്ട്. അവർ വരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. എന്താ ഓക്കെ അല്ലേ? എടാ ഡേവിഡ്, വാടാ. ശരി സർ. എവിടെ വെച്ചാ നിർത്തിയേ? നീ ശരിയായ ആൻസർ പറഞ്ഞില്ല. പണിഷ്മെന്റ് തരാൻ സമയത്തല്ലേ നമ്മൾ നിർത്തിയേ? ഇപ്പൊ തുടങ്ങിയാലോ? സർ, ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പകരം വേറെ രണ്ടുപേരെ കൊന്നില്ല സർ. എനിക്കൊരു ചാൻസ് കൂടി താ സർ, പ്ലീസ്. ക്വയറ്റ് റീസണബിൾ. ഇത്തവണ ശരിയായ ഉത്തരം പറയണം. ഞാൻ പറയാം സർ. നോ ലൈഫ് ലൈൻ. ഇതിനു മുമ്പ് പറഞ്ഞ അതേ ഫാമിലി. അച്ഛൻ പുറത്തേക്ക് പോയി, അമ്മ ചത്തുപോയി, ഏട്ടനും അനിയനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പാവം പാർവതി ചേച്ചി സന്തോഷത്തോടെ ജീവിച്ചതാ. അങ്ങനെയുള്ള ഒരാളെ കാല് തട്ടി വീണൊക്കെ മരിക്കണോ ഇങ്ങനെ? ആ പെൺകുട്ടിയുടെ ഓർമ്മ വരുന്നു. പേര് പ്രണവി. പേര് മാത്രമേ എനിക്കറിയൂ. ആ പെൺകുട്ടിയെ മറക്കാൻ പറ്റുന്നില്ല.
അവളെ വീണ്ടും കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറെ തവണ ആലോചിച്ച് നോക്കി. 1 2 3. ഇല്ല, ശരിയല്ല. 3 2 1. ഫസ്റ്റ് ടൈമാ സാറേ കഥ കേൾക്കുമ്പോൾ പോലും ഇത്ര പേടി തോന്നേ. ആ പേടിയോടെ തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയാ. ശരി സാർ. ഞാൻ എന്തിനു വേണ്ടിയാ എന്റെ ചേട്ടനെ കൊന്നേ? Only 3 attempts. Your countdown starts now. ഇത് വെറും സിമ്പിൾ ക്വസ്റ്റ്യനാ സാർ. ഞാനിപ്പോ തന്നെ പറയാം. വേറൊന്നുമല്ല സാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങളുടെ ചേട്ടനും ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ ചേട്ടൻ ബാക്കിയില്ലെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും കൊന്നത്. റോങ് ആൻസർ. ആ, നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്ന് പേടിച്ചിട്ടാവും. ആ, സ്വത്ത് മുഴുവനും നിങ്ങളുടെ ചേട്ടന്റെ പേരിലായിരിക്കും. ചേട്ടനുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ലെന്ന് കരുതിയായിരിക്കും ചേട്ടനെ നിങ്ങൾ കൊന്നത്. ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. സോ റോങ് ആൻസർ. 3 അറ്റംപ്റ്റും കഴിഞ്ഞു. പിന്നെ എന്തിനാ സാറേ നിങ്ങളുടെ ചേട്ടനെ കൊന്നത്? എനിക്ക് പ്രണവിയെ കാണണമെന്നുണ്ടായിരുന്നു. അവളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ എന്തിനാ സാറേ കൊല്ലുന്നേ? പ്രണവി ആരാന്ന് പോലും എനിക്കറിയില്ല. എന്റെ അമ്മയുടെ മരണത്തിന് വന്ന കുട്ടി ചേട്ടൻ മരിച്ചാലും അവിടേക്ക് വരില്ലേ? അതിനു വേണ്ടിയാ ഞാൻ എന്റെ ചേട്ടനെ കൊന്നേ. സോ യു ഹാവ് ഫെയിൽഡ്. എടാ, നീ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോടാ. നീ ശരിക്കും സൈക്കോ തന്നെയാടാ. എന്നെ കൊല്ലാൻ നീ തീരുമാനിച്ചതല്ലേ? വാടാ, വാ വാടാ, നമുക്ക് നോക്കാം. വന്ന് കൊല്ലടാ എന്നെ, വാ. അതെന്തായാലും നന്നായി. ആ ഭാഗത്തുനിന്നാണല്ലോ തുടങ്ങിയത്. ഈ ഭാഗത്തുനിന്നായിരുന്നെങ്കിൽ ആദ്യം എന്നെ തീർത്തേനെ. ഭാഗ്യം, അവനിവിടം വരെ എത്തുമെന്ന് നോക്കാലോ. മാഡം, ക്യാബ് ഡ്രൈവർ, ഹോസ്റ്റൽ വാർഡൻ, ടീം ലീഡർ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് വൈഷ്ണവി? അടുത്തത് നീയാ. കഥ പറയാൻ തുടങ്ങട്ടെ. വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ തരാം. പക്ഷെ ഒരു കാര്യം, കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ എന്റെ ചേട്ടനെ കൊന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ വിചാരിച്ച പോലെ തന്നെ ചേട്ടന്റെ മരണത്തിന് പ്രണവി വന്നിരുന്നു. അവളോടൊപ്പം ഇടപഴകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായി റോട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ പിറക്കെ കൂടെ ഒരു കാർ ഫാസ്റ്റ് ആയിട്ട് വരുന്നത് എനിക്ക് തോന്നി. ഇപ്പൊ എന്ത് ചെയ്യാന്ന് ചിന്തിച്ച് കഥ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാൻ എന്തിനു വേണ്ടിയാ പ്രണവിയെ കൊന്നെന്ന് പറഞ്ഞേ? Only 3 attempts. Countdown starts now. പ്രണവി നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവും? Wrong answer. നിന്റെ ചേട്ടനെ കൊന്ന കാര്യം അവൾക്ക് അറിയായിരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നോടൊപ്പം വരില്ലായിരുന്നല്ലോ.
ആ പെണ്ണിന്റെ കാര്യത്തിൽ നീ ബിഹേവ് ചെയ്തത് ശരിയല്ലായിരിക്കും. അപ്പൊ അവള് പുറത്തെങ്ങനെ പറയുമെന്ന് വെച്ചായിരിക്കും നീ അവളെ കൊന്നത്. റോങ് ആൻസർ. ഞാൻ പ്രണവി എന്തിനു വേണ്ടിയാ കൊന്നറിയോ? ഞാൻ നിന്നെ എന്തിനാ കൊന്നെന്നറിയോ? നീ എന്റെ അമ്മയെ പോലെയുണ്ട്. എന്റെ അമ്മയെ ഞാൻ 13-ാം തീയതി കൊന്നു. ഞാൻ ആ 13-ാം തീയതിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അത് വന്നു, നിന്നെ കൊന്നു. എടാ മഹാഭാവി, ഇതൊക്കെ ഒരു പ്രതികാരമാണോ? You two failed. You must be punished. ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിളുടെ ഫോണിലേക്ക് CI വിളിക്കുന്നു. വൈഷ്ണവിക്ക് നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങളുടെ സിസ്റ്ററിന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മുതലാളി. കുപ്പസ്വാമി, വൈഷ്ണവിയുടെ വല്ല വിവരമുണ്ടോ? സാർ, വൈഷ്ണവി വീട്ടിലില്ല. ഞാൻ അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. വന്ന ഉടനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരി സാർ. അവൻ വരുമ്പോഴത്തേക്ക് നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യേ. ഇതല്ലേ നിങ്ങളുടെ ക്യാബ് പഞ്ചറാക്കിയത്? അതെ മേഡം. നിങ്ങളുടെ പേര് സുദർശൻ എന്നല്ലേ? അതെ അപ്പൊ മേഡം. ക്യാബ് നാരായണ സ്വാമിയുടെ പേരിലാണല്ലോ. നാരായണസ്വാമി എന്ന് എന്റെ സാറിന്റെ പേരാ മേഡം. ആരാ? എന്റെ സാറാ മേഡം. എന്റെ സാറാ മേഡം. എന്റെ സാറാ മേഡം. കുപ്പസ്വാമി. മുതലാളി, വിക്ടിം ഫ്രണ്ട് വൈഷ്ണവി മാത്രം ഫോൺ എടുത്തിട്ടില്ല. മിസ്റ്റർ രാഹുൽ, അവസാനം നിങ്ങൾക്ക് വന്ന കോൾ ആരെയായിരുന്നു? ഹെഡ് കോൺസ്റ്റബിൾ കുപ്പസ്വാമി മാഡം. സംസാരിക്കുമ്പോ മുതലാളി എന്നല്ലേ വിളിക്കാറ്? അതെ മാഡം. സാറെന്ന് വിളിക്കാൻ പറഞ്ഞാലും മുതലാളിനെ വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങളോട് സംസാരിച്ചത് കുപ്പുസ്വാമിയല്ല. ഇല്ല മാഡം, കുപ്പസ്വാമി. കുപ്പുസ്വാമിയാണെങ്കിൽ മുതലാളി എന്നല്ലേ വിളിക്കണ്ടേ? സാറിന് എങ്ങനെ വിളിക്കും? ഫോണിൽ നിങ്ങളോട് സംസാരിച്ച ആള് സാറിനാ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വേണ്ട എടുത്തിട്ട് ഞങ്ങളെ വിട്ടേക്കാൻ പറഞ്ഞത് അപ്പൊ അവൻ കേട്ടില്ല. ഇപ്പൊ ദേ അവൻ പെട്ടു. തനിക്ക് ഏത് കഥയാ പറയാ? അങ്ങനെയാണെങ്കിൽ കഥ ഞാൻ പറയാം. നിന്റെ കഥ എനിക്കെന്തിനാടാ? എന്റെ കഥയല്ല, നിന്റെ കഥ. ഓ, എന്നെ പറ്റിയുള്ള കഥ നിനക്കറിയാമോ? എന്നാ പറയ്, ഞാനൊന്ന് കേക്കട്ടെ. ചേട്ടാ, വണ്ടി എടുക്കൂ.
അതെ, നിങ്ങളോടാ ഇത് മിസ് ചെയ്തു. സ്കൂട്ടി നിർത്ത്. ഒരു മിനിറ്റ്, ഇത് നിങ്ങളുടേതല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. അതെ, ആ ഇതിൽ ആർട്ട് ഉണ്ട്, പക്ഷെ ആർട്ടിസ്റ്റിനെ കാണുന്നില്ലല്ലോ. അറിയത്തില്ലെങ്കിൽ എന്താ, ദേ എന്റെ മുമ്പ് നിൽക്കുന്നല്ലോ. ഓ, ആർട്ടിസ്റ്റ് നിങ്ങളായിരുന്നു. നിങ്ങൾ അവരെ എനിക്ക് കാണിച്ചതുപോലെ ഈ ആർട്ട് അവരെ ലോകം മുഴുവനും കാണിക്കണമെങ്കിൽ ഈ ആർട്ടിനൊരു മീനിങ് ഉണ്ടാവണ്ടേ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ചുമരിൽ പെയിന്റിങ് ചെയ്യാണ്. ഓ, ചുവരിൽ പെയിന്റ് ചെയ്യുന്നതും ഇതും ഒന്നാണെന്ന് കരുതിയോ? ഇത് ആർട്ടാണ്. അങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്താ മീനിങ് എന്താന്ന് പറയാ നോക്കട്ടെ. തളയ്ക്കുന്ന സൂര്യൻ, സൂര്യന്റെ വെളിച്ചം തടഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ഒരു പെൺകുട്ടി. ഇപ്പൊ കണ്ടില്ലേ, അതിന്റെ അർത്ഥം തന്നെ അങ്ങ് മാറി. വാവ്, ഇപ്പൊ ആ പെൺകുട്ടി ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ജോളിയായി മുന്നോട്ട് പോവാം. സൂപ്പർ. ഇതിനൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല മേഡം. 20 വർഷം മുമ്പത്തെ ഫോട്ടോ തന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വരച്ചു തരാൻ പറഞ്ഞാൽ നമ്മുടെ ആള് അങ്ങനെ തന്നെ വരച്ചു തരും മേഡം. അവന് സമയം ശരിയില്ലാത്തത് കൊണ്ടാ അവൻ ഈ ഭിത്തിയിലൊക്കെ വരച്ചു നടക്കുന്നത്. ഓ, ഐ ആം നിത്യ. ഹലോ. ഇവളെന്റെ ഫ്രണ്ട് വൈഷ്ണവി. ഹായ്. ഹായ്. യുവർ ഗുഡ് നെയിം? ശ്രീനിവാസ് പ്രബൽ. തെലങ്കാന. അമ്മ മലയാളവും അച്ഛൻ തമിഴും. പ്രോപ്പർ രാമേശ്വരം. ഓ, 2004 സുനാമി വന്നില്ലേ, അപ്പോഴാണ് അച്ഛൻ മരിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നു. ഓ, സോറി. ഇറ്റ്സ് ഓക്കെ. ബൈ. ബൈ. വൈകുന്നേരം പാർക്കിൽ കൂട്ടിക്കൊണ്ട് പോകാം. ശരി മുത്തശ്ശ. തെമ്മാടി, കൊച്ചു കുട്ടികളാന്നുള്ള ബോധം പോലും ഇല്ല. കണ്ണടച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇലക്ഷന് മുമ്പ് സ്പീഡ് ബ്രേക്ക് വെക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴാണെങ്കിൽ അടുത്ത ഇലക്ഷനായി, എന്നിട്ടും അത് വെച്ചിട്ടില്ല. ഓരോ വാഗ്ദാനങ്ങള്. മോള് പേടിച്ചു പോയോ? എന്താ നമ്മുടെ ആള് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? നോക്കിക്കൊണ്ടിരിക്കുകയാണോ? സോഷ്യൽ സർവീസ് അവന് പുതിയ കാര്യമൊന്നുമല്ല. ചുവരിൽ കുമ്പായം തേക്കുന്ന ഈ ഞാൻ പാവയ്ക്ക് ജീവൻ കൊടുക്കുന്ന അവനെ കണ്ടിട്ടാണ് പെയിന്റിങ്ങിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. അവൻ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം തന്നെ മാറിയത്. ശരിയെന്നാ, ഞാൻ പോയിട്ട് വരട്ടെ. കൊട പിടിക്കാൻ എനിക്കും അറിയാം. വാവ്, 3D സ്പീഡ് ബ്രേക്കർ. കീടിലനായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ശരിക്കും സ്പീഡ് ബ്രേക്കർ ആണെന്ന് കരുതി. താങ്ക്സ് ടോ. അത് നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞില്ലേ? അത് പെയിന്റ് ചെയ്ത് തന്നതിന്, ഇത് പ്രൈസ് ജയിച്ചതിന്. ഓ, പ്രൈസ് ജയിച്ചോ? കൺഗ്രാറ്റ്സ് ടോ. പെയിന്റിങ്ങിലുള്ള പെൺകുട്ടിയെ കുറിച്ച് അത്രയൊക്കെ ചിന്തിച്ചെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കും? പറഞ്ഞു വന്ന നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ശരിക്കും ഭാഗ്യവതിയാ. ഞാൻ സ്നേഹിക്കുന്ന കുട്ടി ഭാഗ്യവതിയായിരിക്കാം, പക്ഷെ എനിക്ക് പ്രണയിക്കാൻ അവകാശമില്ല. അതെന്താണ്? ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയുമായിരുന്നു, കഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിലേ നല്ല ജോലിയും കിട്ടും, പിന്നെ നല്ല ഭാര്യയും കിട്ടുമെന്ന്. എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. കഷ്ടപ്പെട്ട് പഠിച്ചു. പഠിപ്പില്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല.
ഓൾ ഇന്ത്യൻസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും ബ്രദേഴ്സിനെ മാത്രമേ കാണൂ. പക്ഷെ ഞാൻ സിസ്റ്റേഴ്സിനെയും സീരിയസ് ആയി എടുത്തു. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ പോലും ഒരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണിന്റെ പേര് മേഘന. എല്ലാവരും പ്രണയിക്കുന്നില്ലേ? ഞാൻ പ്രണയിച്ച എന്താണെന്ന് വിചാരിച്ച് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞാൻ ആ പെണ്ണിന് ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചു. ഹാപ്പി രക്ഷാബന്ധൻ എന്ന് റിപ്ലൈ ചെയ്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവണ്ടേ. വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കണ്ടാലല്ലേ തോന്നാൻ. കോളേജിൽ പോയിട്ടുണ്ടാവുമല്ലോ. ഇല്ല. അതെന്താ? എന്താ പറ്റിയേ? നെക്സ്റ്റ് ഡേ എന്നെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശുമില്ലായിരുന്നു. ഓ, അന്ന് എന്റെ പഠിത്തം നിർത്തിയിട്ട് ഈ ബ്രഷ് പിടിക്കാൻ തുടങ്ങിയതാ. പക്ഷേ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇപ്പൊ മേഘനയെ ഓർമ്മയുണ്ടോ? മറന്നാലല്ലേ ഓർമ്മയുണ്ടാവാൻ. നിങ്ങളെ പോലെ നല്ല ആൾക്കാരെ ഡിസപ്പോയിന്റ് ചെയ്ത പെൺകുട്ടികൾക്കാണ് മോശം. അത് എവിടെ നിങ്ങളുടെ കൈയൊന്ന് കാണിച്ചേ. പേടിക്കണ്ട, കാണിക്കാൻ ഞാൻ പറയാം. നിങ്ങളുടെ ലൈഫിൽ ഒരേ ഒരു ലവ്. നിങ്ങളെ ലവ് ചെയ്യുന്ന പെൺകുട്ടി ഉറപ്പായി നിങ്ങളെ അന്വേഷിച്ചു വരും. സത്യാണോ? ഞാൻ നോണ പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ കൈരേഖ നോണ പറയില്ലല്ലോ. കാത്തിരുന്നോ, വരുന്ന ഫെബ്രുവരി 14 മേഘന വന്ന് പ്രപ്പോസ് ചെയ്യും. ബി കോൺഫിഡന്റ്. വരുന്ന ഫെബ്രുവരി 14 മേഘന വന്ന് പ്രപ്പോസ് ചെയ്യും. ബി കോൺഫിഡന്റ്. പ്രഭന്നി പറഞ്ഞത് നീ വിശ്വസിച്ചോ? വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കാൻ പാകത്തിന് ചെയ്യാം. ആ നിത്യ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർത്തിട്ടേ ഉള്ളൂ. എന്നെ പറ്റി എന്തിനാ ഓർക്കുന്നേ? നിങ്ങൾ മേഘനയെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്. 15 കൊല്ലം മുമ്പുള്ള സ്നേഹമല്ലേ. ആ പെണ്ണിപ്പോ എങ്ങനെ ഉണ്ടാവുന്ന പോലും അറിയില്ല. അവളെ കുറിച്ച് എന്താലോചിക്കാനാ? നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞല്ലോ 20 വർഷം മുന്നേയുള്ള ഫോട്ടോ തന്നു കഴിഞ്ഞാ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ നിങ്ങൾ അതേപോലെ വരച്ചു തരുമെന്ന്. ആ വരയ്ക്കുമല്ലോ. അങ്ങനെയുള്ളപ്പോ ചെറുപ്പത്തിലുള്ള മേഘനയെ ഓർത്തിട്ട് അവൾ ഇപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന വരച്ചു നോക്കിക്കൂടെ? ഹലോ, എന്താ ഡ്രീമാണോ? ശരി, നീയാണ് മേഘനെന്ന് പറഞ്ഞൂടെ? അവൻ പ്രപ്പോസ് ചെയ്യുമ്പോഴല്ലേ ഞാൻ ഉത്തരം പറയേണ്ടത്. സോ വെയിറ്റിംഗ് ഫോർ വാലന്റൈൻസ് ഡേ. ഗുഡ് ലക്ക്. വരുന്ന ഫെബ്രുവരി 14 മേഘന വന്ന് പ്രപ്പോസ് ചെയ്യും. ബി കോൺഫിഡന്റ്. എന്ത് പറ്റി? നോക്കട്ടെ മാഡം. മാഡം, ടയർ പഞ്ചറായി. സ്റ്റെപ്നി പോലും ഇല്ല മാഡം. തൊട്ടടുത്ത് എനിക്ക് അറിഞ്ഞൊരു കടയുണ്ട്. ഞാൻ പോയി ആളെ കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾ കാർ തന്നെ ഇരിക്കും മാഡം. ശരി, വേഗം വരണം കേട്ടോ. ഓക്കെ മാഡം. പ്രഭൻ പറയൂ. നേരം വെളുത്ത വാലന്റൈൻസ് ഡേ ആണ്. എന്തിനാ ടെൻഷൻ? നിങ്ങൾ ഈസിയായി പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജോത്സ്യത്തിലൊന്നും വിശ്വാസമില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നോക്കിക്കോ, മേഘന ഉറപ്പായും വരും. ഇനി വന്നില്ലെങ്കിൽ ഐ ലവ് യു ടു എന്ന് മെസ്സേജ് എങ്കിലും അയക്കും. അങ്ങനെയാണോ? എന്തു പറ്റി? ആരോ ദൂരത്തിൽ നിന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ട്. അവനെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു 6 ഫീറ്റ് ഉണ്ടാവും. ബ്ലാക്ക് ജാക്കറ്റ്, ഹുഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ എവിടെയാണ്?
ഞാൻ എവിടെയില്ലെന്ന് എനിക്കറിയില്ല. ഉടനെ ലൊക്കേഷൻ സെൻഡ് ചെയ്യോ, ഞാൻ അങ്ങോട്ട് വരാം. ശരി. പ്ലീസ് എന്നെ വെറുതെ വിട്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഡാ, ആ പെണ്ണ് മരിച്ച വിഷയത്തിൽ നീ വല്ലതായി പോകുന്ന ഞാൻ കരുതിയത്. എന്തായാലും നന്നായി, നീ ജോലിക്ക് വന്നല്ലോ. ഡാ, നിന്നോട് എന്താ വരയ്ക്കാൻ പറഞ്ഞ? നീ എന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? നിത്യയെ കൊന്നത് ഇവനാണ്. ഞാൻ ഇവനെ മരിച്ചാലും വിടില്ല. ഈ നിത്യ ആരടാ? മരിച്ചുപോയ പെണ്ണിന്റെ പേര് മേഘന എന്നാണ് പേപ്പറിൽ വന്നിരിക്കുന്നത്. മേഘ്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ? ഹൈഫൈ ടെക്നോളജീസ്. അവള് നിന്റെ ലവറാ? കഥ നീ പറഞ്ഞു കഴിഞ്ഞു. നിനക്കുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ആൻസർ മാത്രം പറയാ. ഞാൻ എന്തിനു വേണ്ടിയാ നിന്റെ ലവറിനെ കൊന്നേ? ഓൺലി 3 attempts. Your countdown starts now. നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം വൈഷ്ണവി. ആൻസർ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനെ നീ ക്രൂരമായി കൊന്നാൽ ഞാൻ നിന്നെ വിടുമെന്ന് വിചാരിച്ചോ? നിന്നെ പിടിക്കണമെന്ന് വിചാരിച്ചു. തെരഞ്ഞുകൊണ്ടിരുന്നു. ഒരു ക്ലൂ പോലും കിട്ടിയില്ല. സൈക്കോ കില്ലർ ഏത് പാറ്റേണിലാണ് വിക്ടിംസിനെ സെലക്ട് ചെയ്യുന്നതെന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താനായില്ല. ഈ പെൺകുട്ടിയുടെ പേര് ശ്രാവന്തി. ഈ കുട്ടി എല്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലും എങ്ങനെയായാലും പ്രൈസ് അടിക്കാറുണ്ട്. പക്ഷെ ഈ കുട്ടി സൈക്കോയുടെ കൈകൊണ്ട് ദാരുണമായി കൊലപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ പേര് ഭാരതി. ഉണ്ടായിരുന്ന ഒരേ ഒരു പെൺകുട്ടി സൈക്കോയുടെ കൈകൾ കൊണ്ട് മരിച്ചുപോയി. നിങ്ങളുടെ മകള് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് വളരെ ഭാഗ്യവതിയായിരിക്കും. നിങ്ങളുടെ മകള് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട്. ഈ പെൺകുട്ടിയുടെ പേര് ശ്രാവന്തി. അപ്പോഴാണ് എനിക്കൊരു ക്ലൂ കിട്ടിയത്. സൈക്കോ കൊന്ന പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു. ചേട്ടാ, നിങ്ങളുടെ അനിയത്തി ലെഫ്റ്റ് ഹാൻഡർ ആണോ? അതേലോ. അതെ മോനെ, എന്റെ മരുമകള് ലെഫ്റ്റ് ഹാൻഡറാ. അതെ സാർ, എന്റെ ചേച്ചി ലെഫ്റ്റ് ഹാൻഡർ. അതെ സാർ, എന്റെ ലവർ ലെഫ്റ്റ് ഹാൻഡറാ. അതെ സാർ, എന്റെ ഭാര്യ ലെഫ്റ്റ് ഹാൻഡറാ. ലെഫ്റ്റ് ഹാൻഡഡ് സാർ. അതെ, എന്റെ ചേച്ചി ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അതെ സാർ, എന്റെ വൈഫ് ലെഫ്റ്റ് ഹാൻഡറാ. അതെ സാർ, എന്റെ അനിയത്തി ലെഫ്റ്റ് ഹാൻഡറാ. എന്റെ ലവർ ലെഫ്റ്റ് ഹാൻഡറാ സാർ. അതെ സാർ, അവർ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. അതെ സാർ, ലെഫ്റ്റ് ഹാൻഡർ. അതെ സർ, എന്റെ പെങ്ങള് ലെഫ്റ്റ് ഹാൻഡറാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലെഫ്റ്റ് ഹാൻഡറിനെ മാത്രമാണ് സൈക്കോ കൊല്ലുന്നത് എന്ന്. 22 പെൺകുട്ടികളും ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് സൈക്കോ അവരെ കൊന്നതാണെങ്കിൽ മാഗ്ന ലെഫ്റ്റ് ഹാൻഡർ അല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ മാഗ്നയെ എന്തുകൊണ്ട് കൊന്നു? ഇവളെന്റെ ഫ്രണ്ട് വൈഷ്ണവി. വൈഷ്ണവി ലെഫ്റ്റ് ഹാൻഡർ. മേഘനെ ആലോചിച്ച് നീ എത്ര നാളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ പോന്നേ? മരിച്ചുപോയ ഫ്രണ്ടല്ല അവൾ. വൈഷ്ണവി, മേഘ്ന മരിച്ചെന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഡിയലിന്റെ അടുത്തുനിന്ന് കോള് വന്നിട്ടുണ്ട്. മെയിൽ ചെയ്യാൻ മറന്നുപോയി. ഞാൻ വന്ന ക്യാബ് വെളിയിലുണ്ട്, നീ പൊക്കോ. ശരി, യാ ബൈ. ബൈ. അന്ന് ഞാൻ പോകാൻ വേണ്ടിയിരുന്ന ക്യാബിലാ മേഘന പോയത്. നീ വൈഷ്ണവിയെ കൊല്ലണം തീരുമാനിച്ചു. പക്ഷേ വൈഷ്ണവി കയറേണ്ട കാറിൽ മേഘന കയറിയത് നിനക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൈഷ്ണവിക്ക് പകരം നീ മേഘനയെ കൊന്ന കാര്യം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. എടീ, നീ ആരാ? ഈ ക്യാബിൽ വൈഷ്ണവയല്ലേ വരേണ്ടത്? നീ എങ്ങനെയാ വന്ന?
പ്ലീസ് എന്നെ ആവശ്യമില്ലാതെ കൊല്ലരുത്. ഞാൻ ആരെയും കൊല്ലാറില്ല. പക്ഷേ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയ അവരെ ഞാൻ തീർച്ചയായും കൊല്ലും. സൈക്കോ എനിക്ക് പകരം മേഘനെ കൊന്നു. അതെ, പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല. അവന്റെ ടാർഗറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ്. ഞാൻ നിന്നെ എന്തുകൊണ്ടാ കൊന്നെന്ന് അറിയോ? നീ ലെഫ്റ്റ് ഹാൻഡറാണ്. നീ ആ കൈ ഉപയോഗിക്കുമ്പോഴൊക്കെ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരും. ലാസ്റ്റ് മന്ത് 13th നീ മിസ്സായി. ഈ 13th, അതായത് നാളെ, അവന്റെ ടാർഗറ്റ് നീയാണ്. നാളെ ഹോളിഡേ ആയതുകൊണ്ട് നീ വീട്ടിലുള്ള കാര്യം അറിഞ്ഞ് അവൻ തീർച്ചയായും വീട്ടിലോട്ട് വരും. നാളെ ഒരു ദിവസം നീ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. നിനക്കൊരു സ്ഥലം പറയാം, നീ അങ്ങോട്ട് പോയിക്കോ. അവൻ കള്ളനല്ലടി, നമ്മളെ രക്ഷിക്കാൻ വന്നതാ. നിന്റെ അനിയത്തി എവിടാന്ന് കണ്ടുപിടിച്ച് നിന്റെ അനിയത്തിക്ക് വേണ്ടി ഇവൻ വരുമെന്ന് കരുതി ഇവനെ പിടിക്കാൻ വേണ്ടി വന്ന മറ്റവനാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. പ്ലാൻ മാറിപ്പോരെന്ന് കരുതിയാണ് വന്നവരൊക്കെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമെന്ന് മനസ്സിലാക്കി എന്നെ പിടിക്കാനാ നീ വന്നതല്ലേ? എന്നെ പിടിക്കാൻ പോലീസിനെ കൊണ്ട് തന്നെ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാടാ നീ എന്നെ പിടിക്കാൻ? ദാ, നിന്റെ ലവറിന് ഞാൻ കൊന്നപ്പോ അവൾ എന്നോട് എന്തോ ഒന്ന് പറഞ്ഞു. എന്തായിരുന്നു? ആ, ഇപ്പൊ ഓർമ്മ വന്നു. അതെന്താന്ന് നിനക്ക് അറിയണ്ടേ? ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. നീ എന്തായാലും എന്നെ കൊന്നുകളെ. ഒരേ ഒരു മിനിറ്റ് എനിക്ക് സമയം തരാമോ? എന്തിനാ? എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരേ ഒരു മെസ്സേജ് അയക്കാനായിട്ട്. ഐ ലവ് യു ടു എന്ന് ഒരേ ഒരു മെസ്സേജ് അയച്ചോട്ടെ? ഓ, ഞാനിപ്പോ മെസ്സേജ് അയക്കാതെ പോയാ അവൻ എന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു നിമിഷം പ്ലീസ്, ഒരേ ഒരു നിമിഷം. നിന്നെ കാണുമ്പോഴേ സ്കൂളിൽ പഠിച്ച പുലിന്റെയും മാനിന്റെയും കഥയെ ഓർമ്മ വരുന്നേ. അതിലെ പുലിക്ക് കിട്ടിയ മാന് ഒരു തവണ എന്നെ വിട്ടേക്ക്, ഞാൻ മാൻകുട്ടിക്ക് പാല് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതും പുലി അതിനെ അങ്ങ് വിട്ടുകളഞ്ഞു. വിടാൻ ഞാനൊന്നും പുലിയല്ല, വേമ്പുലി.
തുറക്കാൻ തുറക്കണോ തുറക്കാൻ കണ്ണു തുറക്ക നോക്കാൻ വൈഷ്ണവി എവിടെയാടാ? ഇത്രയും നടന്നതിന് ശേഷം ഞാൻ സത്യം പറയുന്ന വിചാരിച്ചോ? അതും ശരിയാ. പറയേ, അതെന്താണെന്ന് നിനക്കറിയോ? സെൽ ബോംബ്. വീട് മുഴുവൻ ഞാൻ ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ അവിടെ വച്ചിട്ട് പോവും. പുറത്തേക്ക് പോയി ഞാൻ എന്റെ സെൽഫോണിൽ നിന്ന് ഈ സെൽഫോണിലേക്ക് ഒരു കോള് ചെയ്യും. അത് വൈബ്രേറ്റ് ആയി ബക്കറ്റിനകത്ത് വീണ ഉടനെ ലൈറ്റ് കത്തും. ബോംബ് പൊട്ടിത്തെറിക്കും. എന്നിട്ട് നീയും മുകളിലുള്ള 4 പേരും ക്ലോസ്. ഹേയ്, ഇതിൽ ഇവനൊരുത്തൻ ആവശ്യമില്ലാതെ സമയം കളയാനായിട്ട്. സാർ, വൈഷ്ണവി ഇനിയും വന്നിട്ടില്ല സാർ. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് സാർ. മിസ്റ്റർ സൈക്കോ കില്ലർ, നീ ഉള്ള വീട്ടിലെ ഇപ്പൊ പോലീസ് ചുറ്റിയിട്ടുണ്ട്. ഉള്ളിലുള്ളവരെ ഒന്നും ചെയ്യാതെ സറണ്ടർ ആവാൻ നോക്ക്. 10 മിനിറ്റ് ടൈം തരാം. മര്യാദയ്ക്ക് നീ വെളിയിൽ വന്ന് സറണ്ടർ ആയ ഓക്കെ, ഇല്ലെങ്കിൽ ഞങ്ങളെ ഉള്ളി വരും. ഓൺലി 10 മിനിറ്റ്സ്. സൈക്കോയെ പറ്റി അറിഞ്ഞ പോലീസ് ആ വീട് ചുറ്റിവളഞ്ഞ് സൈക്കോയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ എടുത്ത് സറണ്ടർ ആവാൻ പറഞ്ഞ് 10 മിനിറ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ആ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ, വൈഷ്ണവി എവിടെയാണെന്ന് പറയണോ? ഇനി ഞാൻ പറയാം. പോകുന്നോ? പോകുന്നോ? പറയുന്നോ? പറയടാ. ഹലോ. അകത്തുള്ളവര് സേഫ് ആയിട്ടുണ്ടാവണമെങ്കിൽ എനിക്ക് സേഫായി രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാക്ക. ആദ്യം ഒരു ജീപ്പ് അറേഞ്ച് ചെയ്യ. ഇതിലൊരുത്തന്നെ ഹോസ്റ്റേജായി ഞാൻ കൊണ്ടുപോകും. എന്നെ പിടിക്കാൻ ശ്രമിച്ച വീട്ടില് ബോംബ് പൊട്ടിത്തെറിക്കും. ഗെറ്റ് ദ ജീപ്പ് റെഡി. യെസ് മാഡം. മാഡം, സൈക്കോയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്.
നീ ഈ ചുറ്റിയെ കൊണ്ടല്ലേ കൊന്നത്. നിനക്ക് അവളെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നു? നിന്റെ അമ്മയെ പോലെയുണ്ടെന്ന് ഓരോ പെൺകുട്ടികളായി കൊന്നുകൊണ്ടിരിക്കുവാണല്ലോ. തെറ്റല്ലേ? തെറ്റല്ലേ? തെറ്റെല്ലാം നീ ചെയ്തിട്ട് കുറ്റം എന്റെ വെറുതിട്ട് എങ്ങനെയാ? ഇപ്പോ വന്ന ന്യൂസ് സൈക്കോയെ പറ്റി മുഴുവൻ കാര്യവും അറിഞ്ഞിരിക്കുകയാണ്. സൈക്കോയുടെ പേര് ശ്രീനിവാസ് പ്രഭൻ. ഇയാൾ പ്രോപ്പർ തമിഴ്നാട് രാമേശ്വരം. ഇതിനു മുന്നേ പോലീസ് ചുറ്റി വളഞ്ഞ വീടിന് ഇയാള് 2 മാസമായിട്ട് ഇവിടെ പെയിന്റിംഗ് ചെയ്തതായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇയാൾ ഇരിക്കുന്ന സ്ഥലം പോലീസ് കണ്ടുപിടിച്ചിട്ട് പോലും ഇയാൾ എന്തിനാ കൊല ചെയ്തതെന്ന് ഇതുവരെയ്ക്കും ആർക്കും അറിയില്ല. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? ഞാൻ വേഗം പുറത്തേക്ക് ഓടിപ്പോയി. ഞാൻ സൈക്കോന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടെന്നും ബാക്കി 4 പേർ റൂമിലുണ്ടെന്നും പറയും. പോലീസ് അകത്തേക്ക് വരും. അവരകത്തേക്ക് വന്ന ഉടനെ ബോംബ് പൊട്ടിത്തെറിക്കും. ഇത്രയും പേര് ഒരുമിച്ച് മരിക്കണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. എന്റെ തലയിലേക്ക് കണ്ണുവച്ച് പോലീസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തി വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് അവളെ കൊന്ന കുറ്റം നിന്റെ തലയിൽ ചുമത്തണം. അതിനുശേഷം നീ ആരോ ഞാനാരോ. ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ച് നീ ചാവാൻ പോകുന്നോ, അതോ വൈഷ്ണവി ആരാന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നോ? ശരി, ഞാൻ നിന്നെ വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ഗുഡ്. കയ്യിൽ ഗണ്ണുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി പെടുത്താൻ നോക്കല്ലേ. അതിൽ ബുള്ളറ്റ്സ് ഒന്നുമില്ല. എടാ വാടാ. എങ്ങോട്ടടാ? എന്താടാ അകത്ത് ബോംബുള്ള കാര്യം നീ മറന്നോ? മറന്നിട്ടില്ലടാ. നീ ഫോൺ ചെയ്താലേ ബോംബ് പൊട്ടിത്തെറിക്കൂ. എന്റെ കയ്യിൽ ഗണ്ണുണ്ട്. പക്ഷേ നീ ഫോൺ ചെയ്താൽ പോലീസ് നിന്നെ സംശയിക്കില്ലേ? പിന്നെ എങ്ങനെ നീ കോൾ ചെയ്യും? ഓ, അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? എന്നാ ഇപ്പം നോക്ക്. Hey Siri, call the bomb. ശരി, ഞാൻ തന്നെ വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്ന് വെച്ചാ നീ എന്നെ പോലീസിന് വിട്ടുകൊടുക്കാൻ പോവാണോ? ചേച്ചേ, ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? എന്റെ കൈ കൊണ്ട് കൊന്നാലല്ലേ മേഘയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഓ, നീ ആ റൂട്ടിൽ വരെ അല്ലേ? ബുള്ളറ്റ്സ് ഇല്ലാത്ത ഗണ്ണ് വെച്ച് നീ എന്ത് ചെയ്യാനടാ? ചോദിച്ചപ്പോൾ ജീപ്പ് തന്നവര് ചോദിച്ചാൽ ഗണ്ണ് തരാതിരിക്കോ? മാഡം, എനിക്കൊരു ഗണ്ണ് വേണം, ഫുള്ളി ലോഡഡ്. എനിക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്യണം. എനിക്കൊരു ഗണ്ണ് വേണം. എനിക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്യണം. എനിക്കൊരു ഗണ്ണ് വേണം. മാഡം, ഷൂട്ട് ചെയ്യട്ടെ? നോ. എന്തു പറ്റി മാഡം? ഇതിനു മുമ്പ് ഫോണില് സംസാരിച്ച ആളിതല്ല. സോ ഗണ്ണ് പിടിച്ചിട്ടുള്ള ആള് സൈക്കോ അല്ല. എന്തോ നടക്കുന്നുണ്ട്. ലെറ്റ് us wait and see. Get the gun ready with dummy bullets.
പ്രവൻ, നീ എന്തിനാ കണ്ണു നീ പിടിച്ചിരിക്കുന്നത്? എന്തിനാ വന്നേ? നിന്നെ എന്തിനാ സൈക്കോ എന്ന് പറയുന്നത്? നിന്നെ എന്തിനാ സൈക്കോ എന്ന് പറയുന്നത്? അകത്തുള്ളവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാ ഞാനാ ശരിക്കുള്ള സൈക്കോ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ടാർഗറ്റ് വൈഷ്ണവിയ. അവളെ ഞാൻ എങ്ങനെ കൊല്ലുമെന്ന് നീ കാത്തിരുന്ന് കാണാം. മാഡം എന്നെ രക്ഷിക്കേ, മാഡം എന്നെ ഒന്ന് രക്ഷിക്കേ. എനിക്ക് വേണ്ടി ഒരു ജീപ്പ് അറേഞ്ച് ചെയ്യൂ. മാഡം എന്നെ ഒന്ന് രക്ഷിക്കേ. ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ആരാ നിങ്ങൾക്ക് തന്നത്? അവൻ കൊന്നവരിൽ എന്റെ അനീതിയുണ്ട് മാഡം. അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്തോളൂ. നീ ഷൂട്ട് ചെയ്തതല്ല സൈക്കോ, അവനൊരു പാവാ. വാട്ട്? I'm sorry, madam. തിരയെല്ലാം മാഞ്ഞിടും നിമിഷമേ, സത്യങ്ങൾ പുറത്തേക്കറിയുമേ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ ശാപങ്ങൾ തലയിൽ നിറഞ്ഞിടും. അരങ്ങേറ്റം 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 അരങ്ങേറ്റം.